हालेलुया 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 हालेलुया। കർത്താവ് നമ്മെ സഹായിക്കട്ടെ. प्रभु हमें सहायता करे। ഞാൻ മെസ്സേജിന്റെ ഇടയ്ക്ക് ടെസ്റ്റിമണി പറയാം. मैं संदेश के बीच में अपनी गवाही बोलूंगा. ആമേൻ. आमेन। കർത്താവ് നമ്മെ സഹായിക്കട്ടെ. प्रभु हमें मदद करने पाए। വേഗത്തിൽ നമുക്ക് വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. हम जल्दी से अपने वचन की ओर ध्यान को लेकर चलेंगे। എഫെസ്യ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. एफेसियों की पत्री 5वां अध्याय उसका 14वीं आयत। ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. എഫെസ്യ ലേഖനം 5:14. एफेसियों 5 का 14 വായിച്ചാട്ടാരെങ്കിലും कोई पढ़ सकता है? इस कारण वह कहता है, हे सोने वाले जाग और मुर्दों में से जी उठ, तो मसीह की ज्योति तुझ पर चमकेगी। അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ सब लोग अपनी आंखों को बंद करके प्रार्थना करें। ഇനി ചില നിമിഷങ്ങൾ സാഹചര്യങ്ങളെല്ലാം മറന്ന് നിങ്ങളുടെ അധരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാൽ कुछ समय आप लोग अपनी परिस्थिति को भूल कर अपने मुंह को खोल कर प्रभु की स्तुति करें। ഞങ്ങൾ ഇവിടെ നിന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ സ്തുതിക്കാനായിട്ട് ഇരിക്കരുത്. हम जहाँ से बोल रहे हैं इसलिए आप स्तुति करेंगे, ऐसा नहीं। നമ്മൾ നിർബന്ധിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരും സ്തുതിക്കരുത്. हम जबरदस्ती कर रहे हैं इसलिए आप लोग स्तुति कर रहे हैं, ऐसा नहीं। നിങ്ങളുടെ അകത്ത് ദൈവത്തെക്കുറിച്ചുള്ള എരിവുണ്ടെങ്കിൽ ഇന്ന് പകലൊന്ന് കർത്താവിനെ സ്തുതിച്ചാൽ आपके अंदर यदि परमेश्वर के प्रति एक जलन है, एक आग है, तो आप प्रभु की स्तुति करें। കരങ്ങളെ ഉയർത്തി സ്തുതിക്കുവാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി ഒന്ന് जो സ്തുതിച്ചാൽ हाथों को उठाकर स्तुति कर सकते हैं, हाथों को उठाकर स्तुति എല്ലാ करें। കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. सभी आंखों को बंद करें। അന്യഭാഷകളിൽ സ്തുതിക്കുവാൻ കഴിയുന്നവർ അന്യഭാഷകളിൽ जो अन्य भाषा സ്തുതിച്ചാൽ में स्तुति कर सकते हैं, अन्य भाषा में स्तुति കമോൺ करें। സഭ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. कलीसिया मिलकर प्रभु की स्तुति ഈ करें। അന്തരീക്ഷം മുഴുവനും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. ये माहौल पूरा पवित्र आत्मा अपने हाथों ഈ में അന്തരീക്ഷം लेता है। മുഴുവനും സ്വർഗ്ഗത്തിലെ ദൂതന്മാർ ചലിക്കട്ടെ. ये पूरे वातावरण के ऊपर स्वर्गदूत चलने पाए। ഇന്ന് പകൽ ഇതിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. आज दिन के समय अद्भुत होने पाए। ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കട്ടെ. इसके अंदर से पवित्र आत्मा कुछ लोगों को खड़ा करने पाए। ഒരുമിച്ച് അതരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ തുടർന്നാട്ടെ. मिलकर सब लोग मुंह को खोलकर अन्य भाषा में बोले। അടുത്തിരിക്കുന്നവരെ മറന്ന് കർത്താവിനെ സ്തുതിച്ച് अपने पड़ोसी को भूल कर प्रभु की स्तुति करें। നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മറന്ന് കർത്താവിനെ आप സ്തുതിച്ചാട്ടെ. जिस परेशानियों को अनुभव करने से भूल कर प्रभु की स्तुति നിങ്ങൾ करें। അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ മറന്ന് കർത്താവിനെ आप സ്തുതിച്ചാട്ടെ. अनुभव करने वाली बीमारियों को भूल कर प्रभु की स्तुति करें। പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേനോട് സംസാരിക്കണമേ. प्रार्थना करो, पवित्र आत्मा मुझसे बात करो। പരിശുദ്ധാത്മാവേനോട് ഇടപെടണമേ. पवित्र आत्मा मुझसे बात करिए। അവിടുത്തെ കരം ഇന്ന് പകൽ എനിക്ക് വേണ്ടി നീട്ടണമേ. आपका हाथ मेरे लिए बढ़ाइए। അവൻ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ അതരങ്ങളെ തുറന്ന് जैसे प्रार्थना कर सकते मुंह खोल के प्रार्थना करें। നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ जैसे हिरणी जल के लिए प्यासी है। കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തെ ഒന്ന് രുചിച്ചറിയുവാൻ, आपकी उपस्थिति को चखने के लिए, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഒന്ന് മുങ്ങുവാൻ, आपकी उपस्थिति में डूबने के लिए, അതിനകത്തൊന്ന് നീന്തി തുടിക്കുവാൻ उसके अंदर ठहरने के लिए ഇന്ന് പകൽ ഞാൻ എന്നെ വിട്ടുതരുന്നു. आज दिन के समय में अपने आप को देता हूं। ഒരുമിച്ച് ശബ്ദമുയർത്തി हमने कर ऊंची आवाज में സീസൺ ചേഞ്ച് ആകുകയാണ്. ये मौसम बदल रहा है। സീസൺ ചേഞ്ച് ആകുകയാണ്. मौसम बदल रहा है। ഇന്ന് പകൽ ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുകയാണ്. इसके अंदर प्रभु की आत्मा चलन कर रहा है। मैं तेरे पास आता हूँ पवित्र दिल से. मिलकर गाइए. आराधना मैं करता हूँ प्रेमी मन से, प्रेमी मन से. मैं तेरे पास अपने हाथों को उठाकर आराधना आराधना में we worship you Lord. प्रेमी मन से तुझे ढूंढता हुआ
तुझे चाहता हुआ मुझे खींच ले, मैं दौड़ूंगा। कलीसिया मिलकर तुझे ढूंढता हुआ, लाबारा तेरी हम सखेलिया भरा, तुझे ढूंढता, तुझे ढूंढता हुआ, ओ मैं ഒരിക്കൽ കൂടെ तुझे ढूंढता हुआ, अपने हाथों को उठाकर लेमशेरिया थेरिया लबरबा, ओ ले चल मुझे, ले चल मुझे, तू है जहां, ले चल मुझे, ले चल मुझे, ले चल, ले चल तेरे सिंहासन के पास, ले चल मुझे, जैसे हिरणी पानी के लिए, प्यासा मैं भी, और जोर से जैसे, जैसे हिरणी नाम शारा हमदरा धनारी अम्बेरिया, प्यासा मैं भी हूँ। फिर से कहे जैसे हिरणी पानी के लिए, जैसे हिरणी पानी के लिए, यीशुआ प्यासा मैं भी हूँ। और जोर से जैसे हिरणी पानी के लिए, जैसे हिरणी पानी के लिए, रोशमानी अंधाला बादा, तुझे ढूंढता, तुझे ढूंढता हुआ, സാന്നിധ്യം ചലിക്കുന്നു, ദൈവ സാന്നിധ്യം ചലിക്കുന്നു, പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. पवित्र आत्मा कुछ लोगों को हाथ पकड़ के उठा रहा है. मुझे खींच ले, तुझे ढूंढता, तुझे ढूंढता, ओ तुझे चाहता हुआ, मुझे खींच ले, मैं दौड़ूंगा। ले चल मुझे, ले चल मुझे, तू है जहां, ले चल मुझे, ले चल मुझे, ले चल मुझे, we worship you Lord, तेरे सिंहासन के पास, ले चल मुझे. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. पिता, हम मिलकर प्रार्थना करते हैं. ഇന്ന് പകൽ അവിടുത്തെ ശബ്ദം ഇതിനകത്ത് മുഴങ്ങുന്നതിനായി आज दिन के समय आपकी आवाज यहाँ पर गूंज रही है. അവിടുന്ന് ഇതിനകത്ത് ചലിക്കുന്നതിനായി आप यहाँ पर चल रहे हैं, इसलिए धन्यवाद. ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. हम अपने आप को आपके हाथों में देते हैं. യേശുവിന്റെ നാമത്തിൽ തന്നെ, यीशु के नाम से मांगते हैं. आमेन. आमेन. ഒരുമിച്ച് ആമേൻ. आमेन. मिलकर बोलें ഹല്ലേലൂയ. हालेलुया. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യമാണ് നാം വായിച്ചത്. प्रेरित पौलुस ने एफेसियों कलीसियों के लिए लिखी हुई एक आयत को हमने पढ़ा है. എഫെസ്യ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്. एफेसियों कलीसिया बहुत ही आशीषित एक कलीसिया है. എഫെസ്യ ലേഖനത്തെ കുറിച്ച് പറയുന്നത് ലേഖനങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. एफेसियों पत्री के बारे में बोला गया पत्रियों की रानी है. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനം. बहुत ही आशीषित एक पत्री है. സഭയോട് പറയുകയാണ്, कलीसिया से कहते हैं, അതുകൊണ്ട് ഉറങ്ങുന്നവനെ, इसलिए सोने वाले ഉണർന്ന് जाग, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. और मुर्दों में से जी उठ. എഴുന്നേറ്റാൽ, अगर आप जी उठेंगे, വചനം പറയുന്നു, तो वचन कहता है, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. तो मसीह की ज्योति तुझ पर चमकेगी. ആമേൻ. आमेन. ഹല്ലേലൂയ. हालेलुया.
വചനം പറഞ്ഞു എഴുന്നേറ്റാൽ वचन कहते हैं यदि आप जी उठेंगे ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. तो मसीह की ज्योति तुझ पर चमकेगी. ആമേൻ. आमेन. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തി പറ. यदि आप विश्वास करते तो हाथ उठाकर कहें ഞാൻ എഴുന്നേൽക്കും, मैं जाग उठूंगा കർത്താവ് എന്റെ മേൽ പ്രകാശിക്കും. और प्रभु मुझ पर चमकेंगे. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി പറ, ഞാൻ എഴുന്നേൽക്കും, जो विश्वास करते बोले ऊंची आवाज में मैं जाग उठूंगा കർത്താവ് എന്റെ മേൽ പ്രകാശിക്കും. और प्रभु मुझ पर चमकेंगे. ഹല്ലേലൂയ. हालेलुया. എത്ര പേർ ഇത് ആഗ്രഹിക്കുന്നു? कितने लोग चाहते हैं? ഹല്ലേലൂയ. हालेलुया. അതിന്റെ അർത്ഥം നമ്മൾ ഏതൊക്കെയോ മേഖലകളിൽ നമ്മൾ ഇരുന്നു പോയവരാ. इसका मतलब हम किसी किसी क्षेत्रों में हम लोग बैठ गए हैं. ഇതിനകത്ത് സഭയോട് പറയാണ്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ. इसलिए कलीसिया से क्या बोला? हे सोने वालों. ആമേൻ. आमेन. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരത്തിൽ ഒന്ന് പിടിച്ചിട്ട് पड़ोसी का हाथ में थोड़ा पकड़ के बोले, ചിരിച്ചും കൊണ്ടൊന്ന് വിളിച്ചേ, हंसते हुए बोले, ഹേ സോനെ വാലോ. हे सोने वालों. ചിരിച്ചുകൊണ്ട് हंसते हुए बोलना है. ദേഷ്യപ്പെട്ട് പറയല്ലേ, गुस्से में नहीं बोलना. ദേഷ്യപ്പെട്ട് പറയല്ലേ, गुस्से में नहीं बोलना. ഒന്ന് ചിരിച്ചുകൊണ്ട് കരം കൊടുത്തിട്ട് പറ, हंसते हुए हाथ देकर बोले, ഹേ സോനെ വാലോ. हे सोने वालों. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. നമ്മൾ ഏതൊക്കെയോ മേഖലകളിൽ ഉറങ്ങിപ്പോയി. हम किसी क्षेत्रों में सो गए हैं. നിങ്ങൾ അങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ അങ്ങനെയാണ്. आप कैसे मुझे नहीं पता, लेकिन मैं ऐसा हूँ. പ്രാർത്ഥനയിൽ ഉറങ്ങിപ്പോയ സമയങ്ങളുണ്ട്. प्रार्थना में सो गया हूँ, ऐसे समय है. പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാതെ ഉറങ്ങിപ്പോയ സാഹചര്യങ്ങളുണ്ട്. जब प्रार्थना करना था तब मैं सो गया हूँ, ऐसी परिस्थितियां हैं. ആരാധിക്കാൻ അവസരങ്ങൾ കിട്ടിയിട്ടും മനഃപൂർവ്വം ആരാധിക്കാതെ പോയവരുണ്ട്. आराधना करने का अवसर मिला तो भी जानबूझकर बिना आराधना किए रह गया. ദൈവശബ്ദം കേൾക്കാതെ മാറിപ്പോയ സാഹചര്യങ്ങളുണ്ട്. कई बार परमेश्वर की आवाज को अनसुनी करके हट गया. ദൈവശബ്ദം കേട്ടിട്ടും അനുസരിക്കാത്ത कई സാഹചര്യങ്ങളുണ്ട്. बार परमेश्वर की आवाज सुनकर भी बात नहीं मानी, फिर गया हूँ. എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ പറ്റും? कितने लोग इस बात के लिए आमीन बोल सकते हैं? ആമേൻ. आमीन. ആമേൻ. പലപ്പോഴും ദൈവാത്മാവ് നമ്മെ നിയോഗിച്ചിട്ടും നിർബന്ധിച്ചിട്ടും അതിന് വഴങ്ങാതെ നമ്മുടെ ഇഷ്ടപ്രകാരം പോയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. कई बार प्रभु की आत्मा ने अगुवाई किया, बोला, लेकिन तो भी उन बातों से हटकर अपने रास्ते में गया हूँ. ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കാൻ അവസരം കിട്ടിയിട്ടും അത് ചെയ്യാതെ മറ്റു കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരായി മാറിയിട്ടുണ്ട്. प्रभु के राज्य में बोने का अवसर मिला तो भी नहीं करते हुए दूसरे बातों की ओर गया हूँ. ആമേൻ. आमीन. ആമേൻ. आमीन. ഇതെല്ലാം കൂടെ ചേർത്താണ് അപ്പോസ്തലൻ പറയുന്നത്, ये सब कुछ मिलाकर प्रेरित ने कहा, അതുകൊണ്ട് ഉറങ്ങുന്നവന് हे सोने वालों, ഉണർന്ന് जाग മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേൽക്കണം. और मर्दों में से जी उठ. ആമേൻ. आमीन. ആമേൻ. आमीन. ഇനി നീ അവിടെ ഇരിക്കേണ്ടവനല്ല. अब तू वहाँ पर बैठने वाला नहीं. ഇനി നീ നിശബ്ദനായി അവിടെ തകരേണ്ടവനല്ല. अब तू चुप होकर वहाँ टूटने वाला അവിടെ नहीं. നിന്ന് എഴുന്നേൽക്കുന്ന ഒരു സീസൺ വരികയാണ്. वहाँ से खड़ा होने का मौसम आ गया. നീ ഒതുങ്ങിപ്പോയ സാഹചര്യങ്ങളിൽ നിന്ന് आप जिस जगह पर दब गए, നിന്നെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുന്ന ഒരു സീസണാണ്. आपको पवित्र आत्मा खड़ा करने वाला അത് मौसम है. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചെന്ന് കർത്താവിനെ विश्वास സ്തുതിക്കാം. करने वाले थाली बजा के प्रभु को महिमा दे. ആമേൻ. आमीन. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഞാൻ ഏത് ഭാഗത്താണ്, ഏത് സാഹചര്യത്തിലാണ് ഞാൻ ഒതുങ്ങിപ്പോയത്, ഞാൻ മാറ്റപ്പെട്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. मैं जब ये बोल रहा हूँ तो आप अपने आप को एक बार जांच के देखिए, मैं किन जगहों पर दब गया हूँ, हट गया हूँ, पीछे हो गया हूँ. ഒരു പ്രവാചകൻ വന്ന് നിങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് നമ്മൾ എവിടെയാണോ വീണു പോയത്, എവിടെയാണ് നമ്മുടെ ശ്രദ്ധ മാറ്റപ്പെട്ടെന്ന് പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. एक भविष्यवक्ता आकर हमारे सर पर हाथ रख के बोलने की जरूरत नहीं कि कहाँ पे आपका ध्यान भटका है, हमें खुद पता है. ആമേൻ. आमीन. ഹല്ലേലൂയ. आमीन. എനിക്ക് ഈ പദം ഇഷ്ടപ്പെട്ട ഒരു സംഭവം, मुझे इसमें जो अच्छा लगा वो बात, പൗലോസ് പറയാണ്, ഉറങ്ങുന്നവനെ. पौलुस कह रहा है, हे सोने वालों. നീ എവിടെ കിടന്ന് ഉറങ്ങുന്നറിയാവോ? आप कहाँ पर सो रहे हैं पता है? മരിച്ചവരുടെ ഇടയിൽ. मुर्दों के बीच में. ആമേൻ. आमीन. നമ്മൾ അവിടെ കിടക്കേണ്ടവനല്ല. हम वहां पर पड़े रहने वाले नहीं है. ദൈവകൃപയിൽ വന്നവൻ മരിച്ചവരുടെ ഇടയിൽ തുടരേണ്ടവനല്ലെന്ന്. प्रभु के अनुग्रह में आने वाला फिर मुर्दों में उसको नहीं पड़े रहना है. ആമേൻ. आमीन. ഹല്ലേലൂയ. आमीन. ഹല്ലേലൂയ. हालेलुया. ഈ ബൈബിളിൽ ഒരു മുടിയനായ പുത്രനെ കുറിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. बाइबल में एक ऐसी परिस्थिति जहाँ पे बोला जा रहा है उड़ाऊ पुत्र के बारे में. അവന്റെ എല്ലാ സാഹചര്യങ്ങളും കഴിഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ട് തിരിച്ചവന്റെ അപ്പന്റെ വീട്ടിലോട്ട് വരുമ്പോൾ, वो सब कुछ खत्म करके जब पूरा नाश विनाश होकर वो जब अपने पिता के घर पे लौट आता है, അപ്പൻ പറയുന്ന ഒരു പദമുണ്ട്. तो पिता ने एक शब्द बोला. മുമ്പേ അവൻ മരിച്ചവനായിരുന്നു, पहले वो मरा हुआ था, ഇപ്പോ തിരിച്ചു വന്നിരിക്കുക. अब वो वापस आ गया है.
ആമേൻ आमेन ആമേൻ आमेन। മുമ്പ് അവൻ മരിച്ചവനായിരുന്നു, पहले वो मरा हुआ था, ഇപ്പൊ തിരിച്ചു വന്നിരിക്കും. अब वो लौट आया है। ആമേൻ. ആമേൻ. അപ്പോൾ ഏത് ഭാഗത്താണ് നമുക്ക് വീക്ക് സംഭവിച്ചത്, നമുക്ക് പരാജയം സംഭവിച്ചത്, तो जिस जगह पर हमें हार हुई है, पराजय हुआ है, അവിടെ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. वहां से हमें खड़ा होना। അടുത്തിരിക്കുന്ന വ്യക്തിയോടൊന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കാൻ സമയം. पड़ोसी को बोलो ऐसे कि हमारा उठने का समय आ गया। ആമേൻ ഹല്ലേലൂയ. आमेन। ഈ വർഷം തുടങ്ങുന്നതിന് മുൻപ്, ये साल शुरू होने से पहले, കഴിഞ്ഞ വർഷം ഡിസംബർ ലാസ്റ്റ് സമയം, पिछले साल दिसंबर के अंतिम समय पर, ഞാൻ ഈ പുതിയ വർഷത്തിൽ കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. मैंने ऐसे प्रार्थना करना शुरू किया, प्रभु आप मुझसे बात करें, करके मैंने प्रार्थना की। 2023 കർത്താവ് തരുന്ന ഒരു ദർശനപ്രകാരം മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കും. 2023 में प्रभु ने जो दर्शन दिया उसके अनुसार मुझे आगे बढ़ना है, ऐसे मैं प्रार्थना कर रहा था। ആ ലാസ്റ്റ് വീക്കിൽ കർത്താവിന്റെ ശബ്ദം കേട്ടതാണ് ഈ വാക്യം, നീ എഴുന്നേൽക്കാൻ സമയമായി. और आखिरी हफ्ते में मैंने ये आवाज सुना इस वचन के द्वारा, तेरे उठने का समय आ गया है। എനിക്ക് മനസ്സിലായി ഞാൻ ഏതൊക്കെ ഭാഗങ്ങളിൽ ഒതുക്കപ്പെട്ടവനായിരുന്നു. तो मैं समझ गया मैं किन्हीं क्षेत्रों में दब गया हूँ। ഈ വാക്യം എന്നെ വല്ലാതെ സ്പർശിച്ചു. ये वचन ने मुझे ऐसे स्पर्श किया। ഞാൻ എവിടെയാണ് പരാജയപ്പെട്ടു പോയത്, ആ മേഖലകളിൽ നിന്ന് മനഃപൂർവ്വം ഞാൻ എഴുന്നേൽക്കാൻ തുടങ്ങി. मैं जहाँ पर हार गया था उन जगहों में मैं जानबूझकर मैं खड़ा होने लगा। ഞാൻ എന്റെ പ്രാർത്ഥന വർദ്ധിപ്പിച്ചു. मैंने अपना प्रार्थना बढ़ाया। എന്റെ ആരാധനയുടെ സ്റ്റൈൽ ഞാൻ മാറ്റി. मैं अपना आराधना का जो शैली था उसे बदला। എന്റെ ജീവിത ശൈലി ഞാൻ മാറ്റി. मेरा जीवन शैली मैंने बदला। എനിക്കറിയാം പരിശുദ്ധാത്മാവിന് എന്നെ കുറിച്ച് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. मुझे पता है पवित्र आत्मा को मेरे लिए कुछ योजना है। ദൈവത്തിന് നമ്മുടെ മേൽ പ്രകാശിക്കാൻ പ്ലാൻ ഉണ്ട്. प्रभु को हमारे ऊपर चमकने की योजना है। ദൈവം റെഡിയാണ്. परमेश्वर तैयार है। പക്ഷെ ഒറ്റ കണ്ടീഷൻ, നമ്മൾ എഴുന്നേൽക്കണം. लेकिन एक शर्त है, हमें നമ്മൾ जागना है। എഴുന്നേൽക്കണം. हमें जागना है। നമ്മൾ എഴുന്നേൽക്കണം. हमें जागना है। ആമേൻ. ദൈവം റെഡിയാണ് പ്രകാശിക്കാൻ. परमेश्वर तैयार है चमकने। പക്ഷെ നമ്മൾ എഴുന്നേൽക്കണം. लेकिन हमें जागना है। നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ अगर हम नहीं നമ്മൾ जागेंगे പിന്നെയും ഇരുട്ടിൽ തുടരും. तो हम फिर से अंधकार में रहेंगे। നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ हम यदि ना जागेंगे നമ്മൾ പിന്നെയും പരാജയത്തിൽ തുടരും. तो हम फिर से हार में रहेंगे। നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ हम यदि नहीं जागेंगे നമ്മൾ നിരാശയിൽ तो തുടരും. हम निराशा में रहेंगे। പക്ഷെ ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു, लेकिन आत्मा आज घोषणा करता है, നമ്മളൊന്ന് എഴുന്നേറ്റാൽ यदि हम जागेंगे നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയുന്നവൻ तो हमारी परिस्थिति को बदलने ഇന്ന് പകൽ वाला നമ്മോട് കൂടെയുണ്ട്. वो हमारे साथ है। അവൻ നമ്മുടെ മേൽ പ്രകാശിക്കും. वो हमारे ऊपर चमकेगा। വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം तो പറഞ്ഞു. विश्वास करते प्रभु की स्तुति करें। ഹല്ലേലൂയ. हालेलुया हालेलुया. हालेलुया हालेलुया. हालेलुया। നിങ്ങൾക്കറിയാവല്ലോ, നിഷയ്ക്ക് വയ്യാതായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. आप सबको पता है कि निशा की तबीयत खराब हो गई थी, तभी हम यहाँ से मिलकर गांव को गए थे। കർത്താവ് ഒത്തിരി സൗഖ്യം നൽകി. प्रभु ने बहुत सी चंगाई दी അതിനെനിക്ക് പ്രത്യേക താങ്ക്സ് നമ്മുടെ ചർച്ചിനോട് പറയാനുണ്ട്. और खास धन्यवाद मुझे अपनी कलीसिया को देना है। നിങ്ങളുടെ ഹൃദയം തകർന്നുള്ള പ്രാർത്ഥനയും മനസ്സ് തുറന്നുള്ള നിങ്ങളുടെ ബ്ലെസ്സിങ്ങുമാണ് ഞങ്ങളെ കർത്താവ് നിലനിർത്തിയത്. आपने दिल तोड़कर प्रार्थना किया और अपने पूरे दिल से आपने हमें अपनी प्रार्थनाओं में रखा, इस वजह से हम लोग रह पाए। ആമേൻ. आमेन ഹല്ലേലൂയ. हालेलुया। എന്റെ മക്കൾ എപ്പോഴും ചോദിക്കും, मेरे बच्चे हमेशा पूछते हैं, പ്രത്യേകിച്ച് എന്റെ മോൻ എപ്പോഴും ചോദിക്കും, मेरा बेटा हमेशा पूछता है, പപ്പ നമ്മൾ എപ്പോഴാണ് ഡൽഹിക്ക് പോകും? पापा हम कब दिल्ली जाएंगे? ഞാൻ ഇന്നലെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ പറഞ്ഞു, പപ്പ എന്നെ കൊണ്ടുപോയില്ലല്ലോ. कल भी मैंने जब वीडियो कॉल किया तो बेटे ने ऐसे बोला, पापा मुझे नहीं लेकर गए आप। ഇപ്പോഴും അവന്റെ മനസ്സ് മൊത്തം ഇവിടെ കിടക്കുക. अभी भी उसका मन पूरा यहीं पर है। എന്റെ മോക്ക് ഇവിടെയുള്ള ഒത്തിരി ആൾക്കാരെ പരിചയമില്ല, പക്ഷെ അവക്കും ഡൽഹി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. मेरी बेटी को भी ज्यादा लोगों को वो नहीं जानती है, तो भी दिल्ली बोलते हैं ना, उसको बहुत ज्यादा उत्साह होता है। അവരുടെ പ്രായത്തിൽപ്പെട്ട കുറെ പേരുടെ പേരറിയാം. उनके जो उम्र के हैं कुछ बच्चों का, बहुत बच्चों का उनको नाम भी याद है। ഇന്നും പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞ ഒരു പ്രാർത്ഥന. आज भी जब वो प्रार्थना करते हैं तो इन बच्चों का नाम लेके वो प्रार्थना करते हैं। ആമേൻ. आमेन ഹല്ലേലൂയ. हालेलुया। ഈ സന്ദേശം കർത്താവിനോട് തരുമ്പോ ये संदेश जब प्रभु ने मुझे दिया, നിഷ എന്റെ കൂടെ മീറ്റിങ്ങിനൊക്കെ വരും, निशा मेरे साथ मीटिंग में आती है, പക്ഷെ ഇതുവരെയും ആരാധനയിൽ അങ്ങോട്ട് ഒരു ഡെലിവറൻസ് വന്നിട്ടില്ല. लेकिन आराधना में एक छुटकारा अभी तक उनके जीवन में नहीं हुआ है। ഒരാൾ കൂടെ വരുന്നു, वो जैसे मेरे साथ आती है, ജസ്റ്റ് അവിടെ ഇരിക്കുന്നു, बस वहाँ बैठती है, പാട്ടൊക്കെ പാടുമ്പോൾ ചില പാട്ടുകൾ പാടും, गीत गाते हैं तो वो कुछ गाने ऐसे गा लेती है। ഒരു പ്രതിമ ഇരിക്കും പോലെ ചിലപ്പോൾ അങ്ങനെ ഇരിക്കും. कई बार जैसे एक मूर्ति रखा होता है वैसे बैठी रहती है, ഇങ്ങനെ പോവുക. ऐसे ही जाते हैं। ഒത്തിരി സ്ട്രഗിൾ അനുഭവിച്ചു. बहुत से हमें समस्याओं का सामना किया। പലപ്പോഴും ഞാൻ വിചാരിച്ചു ശുശ്രൂഷ അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു. कई बार मैंने ऐसे सोचा सेवकाई मैं बंद कर देता हूँ। ഞാൻ കുറച്ച് നാൾ പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനായി മാറി. मैं कुछ समय प्रार्थना नहीं करने वाला एक व्यक्ति बन गया। സത്യത്തിൽ
എനിക്ക് ദൈവത്തോട് കുറെ ക്വസ്റ്റ്യൻ മാർക്കുകൾ ഇങ്ങനെ सच बोले तो प्रभु से बहुत सारे सवाल चिन्ह मेरे सामने थे। എന്റെ മാനസിക നില തെറ്റും പോലെ തോന്നി. मेरा मानसिक जो स्तर था बिल्कुल गलत हो रहा है, टूट रहा है, मुझे ऐसा लगा। പല പ്രാവശ്യം വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. कई बार मैंने ऐसा सोचा घर से निकलकर कहीं भी भाग जाता हूँ। ഒന്ന് രണ്ട് പ്രാവശ്യം വണ്ടി എടുത്ത് ഞാൻ ഇറങ്ങി. एक दो बार गाड़ी लेके मैं चला, പക്ഷെ എന്റെ വേണ്ടപ്പെട്ടവർ എന്നെ പിടിച്ചു നിർത്തി. लेकिन मेरे रिश्तेदारों ने मुझे रोक लिया। പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യം, प्रार्थना नहीं कर पा रहा, ऐसी परिस्थिति, അതുപോലെ ഡേ ബൈ ഡേ പ്രശ്നങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് ऐसे दिन भर दिन परेशानियां बढ़ती जा रही हैं। ആരും വിളിച്ചാൽ ഫോൺ എടുക്കാത്തൊരു മനുഷ്യനായിട്ട് മാറി. कोई भी फोन करे मैं फोन नहीं उठाता था, मैं ऐसा मनुष्य बन गया। എനിക്ക് ഫോൺ കോളുകൾ ഒന്നും ഇഷ്ടമല്ലാതായി മാറി. मुझे फोन कॉल बिल्कुल पसंद नहीं, मैं ऐसा बन गया। കാരണം ദൈവാത്മാവ് പറഞ്ഞതൊന്നും അല്ല ആ സമയങ്ങളിൽ നടന്നത്. क्योंकि प्रभु की आत्मा ने जो बोला था ऐसी बातें उस समय पर मेरे जीवन में नहीं हुआ। പക്ഷെ അതിന്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. वो मेरा सिर्फ एक गलत फहमी था। ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്. प्रभु अगर कुछ बोलता है तो उसके अंदर प्रभु की कुछ योजना है। ആമേൻ आमेन ആമേൻ आमेन। യോസഫ് സ്വപ്നം കണ്ടു. यूसुफ ने स्वप्न देखा, അനുഗ്രഹിക്കപ്പെടുന്ന മാത്രമേ കണ്ടുള്ളൂ. सिर्फ देखा कि वो आशीषित हो रहा है, പക്ഷേ ആ സ്വപ്നത്തിന്റെ ഇടയിൽ പൊട്ടക്കിണറില്ലായിരുന്നു. लेकिन इस स्वप्न के अंदर वो कुआं नहीं था। ആ സ്വപ്നത്തിനിടയിൽ പോത്തിഫറിന്റെ വീടില്ലായിരുന്നു. वो स्वप्न के अंदर पोतीफर का घर भी नहीं था। ആ സ്വപ്നത്തിനകത്ത് കാരാഗ്രഹമില്ലായിരുന്നു. वो स्वप्न के अंदर बंदी गृह नहीं था। അദ്ദേഹം സ്വപ്നം കണ്ടത് ഏറ്റവും അവസാനത്തെ ഭാഗം കർത്താവ് ഉയർത്തുന്നത് മാത്രമേ കണ്ടുള്ളൂ. उसने स्वप्न क्या देखा? सबसे आखिरी घटना में जहाँ पे उसको ऊंचा किया जाता है वही देखा। പക്ഷെ അവിടെ എത്താൻ ചില മേഖലകൾ നമ്മളൊന്ന് കടന്നു പോകേണ്ടി വരും, നമ്മളെ സമർപ്പിക്കേണ്ടി വരും. लेकिन वहां पर पहुंचने के लिए कुछ बातों से हमें गुजरना पड़ता है, हमें अपने आप को समर्पण करना पड़ता है। ആമേൻ आमेन ഹല്ലേലൂയ. हालेलुया। അങ്ങനെ ഇരിക്കുമ്പോ जब ऐसे थे നമ്മുടെ ബിജോയ് പാസ്റ്ററും ഡെന്നിസും കൂടെ വീട്ടിൽ വന്നു. हमारे बिजॉय पास्टर और डेनिस मेरे घर पर आए। അവർ വരുമെന്ന് എനിക്ക് നേരത്തെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല. ये लोग आएंगे मेरे को पहले से जानकारी नहीं था। അവര് വീട് അടുക്കാറായപ്പോൾ എന്നെ വിളിച്ചു. जब घर पहुंचने वाले थे तो इन्होंने मुझे फोन किया, ഞങ്ങൾ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. हम वहां पे आ रहे हैं ऐसे बोला। വീട്ടിൽ വന്നു, കുറച്ചു നേരം സംസാരിച്ചു. घर पे आए, थोड़ा समय बात किया, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒത്തിരി സന്തോഷിച്ചു. यहाँ के पुरानी बातों को वगैरह बोल के हम बहुत आनंदित हुए। അന്ന് അവർ പോകാൻ നേരത്ത് എന്നെ ഇവർ രണ്ടുപേരും കൂടെ ചേർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചു. और जब जाने वाले थे दोनों लोगों ने मुझे सीने से ऐसे लगा कि एक प्रार्थना किया। ആ പ്രാർത്ഥനയിൽ വലിയ അത്ഭുതങ്ങളൊന്നും അപ്പോഴും സംഭവിച്ചില്ല. वो प्रार्थना में बड़े अद्भुत उस समय पर नहीं हुआ, പക്ഷെ അന്ന് ആ ദിവസം മുതൽ എന്റെ ലൈഫിൽ കർത്താവ് മാറ്റങ്ങളെ കൊണ്ടുവന്നു. लेकिन उस दिन से लेके मेरे जीवन में प्रभु बदलाहट लेकर आया। ആമേൻ हालेलुया ആമേൻ आमेन ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. ദൈവത്തിന് വിശ്വസ്തനാണ്. प्रभु कितना विश्वास योग्य है। ഈ സന്ദേശം കർത്താവ് എനിക്ക് തരുമ്പോ ये संदेश जो प्रभु ने मुझे दिया, ഡിസംബർ മാസം 31-ാം തീയതി ഞാൻ ഒരു ചർച്ചിൽ ഈ മെസ്സേജ് പറയുക. दिसंबर 31 तारीख को एक कलीसिया में मैं ये संदेश बोल रहा हूँ। നമ്മുടെ പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു മീറ്റിംഗിൽ हमारे नए साल को स्वागत करने वाली एक सभा है। ഞാൻ പറയുകയാണ്, നിങ്ങൾ എഴുന്നേൽക്കുന്ന ഒരു സീസണാണ്. मैंने बोला ये आपका जाग उठने का मौसम है, സഭ ആ ദൂതം ഏറ്റെടുക്കുക. और कलीसिया वो संदेश को स्वीकार कर रही है। അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പവർ വിഷൻ എന്ന് പറഞ്ഞ ചാനലിൽ ഇടയ്ക്ക് മീറ്റിംഗിന് പോകാറുണ്ട്. उसके बाद पावर विशन करके एक चैनल में मैं बीच बीच में मीटिंग में जाता हूँ। അവിടെ നേരെ പവർ വിഷനിലേക്ക് പോവുകയാണ്. वहां से सीधे पावर विशन में जा रहा हूँ। അവിടെ ചെന്ന് ഒരു സർവീസിൽ വർഷിപ്പ് എല്ലാം കഴിഞ്ഞ് ഞാൻ രാത്രി 2 മണിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ वहां पे जब एक सेशन आराधना करने के बाद जब रात को 2 बज रहे थे, मैं जब बाहर निकला, എന്റെ സിസ്റ്റർ എന്നെ വിളിച്ചു. मेरी बहन ने मुझे से फोन किया, മോനെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. बेटा एक अद्भुत हुआ है। ഞാൻ കേട്ട എന്താ? मैंने बोला क्या हुआ? എന്റെ അടുത്ത് പറയാ, നിഷ എഴുന്നേറ്റ് ഇന്ന് ചർച്ചിൽ സാക്ഷ്യം പറഞ്ഞു. उसने बोला कि निशा ने खड़ी होके कलीसिया में गवाही दिया है। ആമേൻ आमेन ആമേൻ. आमेन। എനിക്ക് മനസ്സിലായി കർത്താവ് ഇത് വെറുതെ തന്നല്ല. मैं समझ गया कि प्रभु ने ये संदेश यूं ही नहीं दिया है। ഞാനിത് വേറൊരു ചർച്ചിൽ പറയുമ്പോ मैं जब इस कलीसिया में यहाँ ആ पर वचन बोल रहा हूँ, സെയിം ടൈമിൽ उसी समय पर എന്റെ കുടുംബത്തിനകത്ത് ദൈവം ചിലത് ആരംഭിക്കുകയായിരുന്നു. मेरे परिवार के अंदर प्रभु कुछ शुरू कर रहा था। ഇന്ന് പകൽ ഞാൻ ഇത് ഇവിടെ പറയുമ്പോ आज दिन के समय जब मैं यहाँ पर बोलता ഇതിനകത്ത് हूँ, നിന്ന് ചിലരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. इसके अंदर से पवित्र आत्मा कुछ लोग को खड़ा कर रहा Are है। you ready? क्या तैयार है? എഴുന്നേൽക്കാൻ തയ്യാറാണോ? क्या तैयार है? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथों को उठा के प्रभु की स्तुति करें। ഹല്ലേലൂയ. हालेलुया। ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോ जब हम उत्पत्ति पुस्तक में आते हैं, അവിടെ നമ്മൾ ഒരു സഹോദരിയെ കുറിച്ച് കേൾക്കുന്നുണ്ട്. वहाँ पर हम एक बहन के बारे में देख सकते हैं। നിങ്ങൾ ആരും ബൈബിൾ നോക്കണ്ട, ഞാനിത് വേഗത്തിൽ പറയണം. നമുക്ക് 11:30 ആകുമ്പോഴത്തേക്ക് സെക്ഷൻ അവസാനിപ്പിക്കും. आप में से कोई बाइबल नहीं देखे, मैं उसको बोलूंगा क्योंकि हमें 11:30 बजे सेशन खत्म करना है। ബൈബിൾ തുറന്ന് വാക്യം വായിച്ചു തുടങ്ങിയാൽ ഈ സെഷൻ 2 മണിയായാലും തീരത്തില്ല. बाइबल आप खोलेंगे और आयत पढ़ेंगे तो 2 भी बज जाएं तो भी ये सत्र खत्म नहीं അതുകൊണ്ട് होगा। ഞാൻ അതിന്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം ഒന്ന് തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. इसलिए मैं मुख्य बातों को थोड़ा थोड़ा हम छू छू कर बोलेंगे। ഉൽപ്പത്തി പുസ്തകത്തിലോട്ട്
വരുമ്പോ അവിടെ ഹാഗാർ എന്നൊരു സ്ത്രീയെ കുറിച്ച് നമ്മൾ जब हम उत्पत्ति पुस्तक में जाते हैं वहां पे हागार नाम की एक स्त्री, हाजिरा नाम की एक स्त्री के बारे में हम देख सकते हैं। അബ്രഹാമിന്റെ വീട്ടിലെ വേലക്കാരിയായി. अब्राहम के घर की नौकरानी थी वो। അബ്രഹാമിന് ഹാഗാറിൽ ഒരു കുഞ്ഞ് ജനിച്ചു. और अब्राहम को हागार में एक बच्चा जन्मा, പേര് ഇശ്മായേൽ. उसका नाम था इश्माएल। എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോ लेकिन कुछ सालों के बाद അബ്രഹാമിന്റെ ഭാര്യ സാറായിൽ ഒരു മകൻ ജനിച്ചു. अब्राहम की जो पत्नी थी सारी, उसमें उससे एक बच्चा जन्मा, പേര് ഇസഹാക്ക്. उसका नाम इसहाक। വചനം ഇങ്ങനെ പറയുന്നു, वचन ऐसे कहता है ഇസഹാക്ക് മുലകുടി മാറിയതിനു ശേഷം जब इसहाक के दूध पीने का समय खत्म हो गया സാറ വന്നിട്ട് അബ്രഹാമിനോട് പറയാ, तो सारा ने आके अब्राहम से बोला, ഇനി ഇശ്മായേലും ഹാഗാറും ഇവിടെ തുടരുന്നത് അത്ര നല്ലതല്ല. अब इश्माएल और हाजिरा का यहाँ पे रहना इतना अच्छा नहीं है, അവര് പറഞ്ഞു വിടാം. उनको भेज दो बोला। അബ്രഹാം മനസ്സില്ല മനസ്സോടെ ഇങ്ങനെ ഭാരത്തോടെ ആയിരിക്കുമ്പോ तो अब्राहम जब नहीं चाहता है तो वो ऐसे बोझ को लेकर बैठा है, കർത്താവ് പറഞ്ഞു ധൈര്യമായിട്ട് അവരെ പറഞ്ഞു വിടാം. तो प्रभु ने बोला कि हिम्मत के साथ उनको भेज दे, ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും, मैं उनको एक बड़ा जाति बनाऊंगा, വലിയൊരു ജാതിയാക്കും. बड़ा जाति बनाऊंगा। അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് तो अब्राहम सुबह सुबह उठा, ഒരു തുരുത്തി വെള്ളവും एक मश्क का पानी കുറച്ച് റൊട്ടിയും और कुछ रोटी ഹാഗാറിന്റെ ചുമലിൽ വെച്ചു കൊടുത്തു. और हाजिरा के कंधे पर दे दिया, ഏകദേശം 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇശ്മായേലിനെയും കരങ്ങളിലോട്ട് പിടിച്ചു കൊടുത്തു. और 12 साल लगभग उसकी उम्र था, इश्माइल को भी हाथ में पकड़वाया പറഞ്ഞു വിട്ടു. और उनको भेज दिया। അഡ്രസ് പറഞ്ഞില്ല, എവിടെ പോകണമെന്ന് പറഞ്ഞില്ല. पता नहीं बताया कि कहाँ पे जाना है। ഒരു കാര്യം ചെയ്യുന്ന പോകുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഞാൻ അഡ്രസ് തരാം, അവിടെ പോയാൽ മതി, അവിടെ എല്ലാം സെറ്റിൽ ആക്കിയിട്ടുണ്ടെന്നൊന്നും പറഞ്ഞില്ല. ऐसे नहीं बोला कि यार ठीक है हम जा रहे हो तो मैं पता बताते वहां पे जाना, सब कुछ मैंने तैयार कर रखा है, ऐसा कुछ भी नहीं बोला। ജനിപ്പിച്ച മകനെയും കരത്തിലോട്ട് പിടിച്ചു കൊടുത്തിട്ട് പറയാ, പോകുക, എങ്ങോട്ടെങ്കിലും പോകാൻ പറഞ്ഞു. जन्म दिए बच्चे को हाथ में पकड़वा के बोल रहे जाओ कहीं भी जाओ। വചനം ഇങ്ങനെ പറയാണ്, वचन ऐसे कहता है, ഹാഗാർ ഇശ്മായേലിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുക, എന്നിട്ട് ബേർഷേബ മരുഭൂമിയിൽ ചെന്ന് ഉഴന്ന് നടന്നു. और हम देख सकते हैं कि हाजिरा जो है इश्माइल को लेकर बेरशेबा जो रेगिस्तान है वहां पर जाकर चलती फिरती रही। ആമേൻ. ആമേൻ. ഉഴന്ന് നടന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാം തകർന്ന തരിപ്പണമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മാനസിക നില തെറ്റിയവളെ പോലെ മരുഭൂമിയിൽ ഇങ്ങനെ നടക്കുകയാണ്. और चलती फिरती रही, उसका मतलब ये था कि वो पूरी तरीके से टूट चुकी थी और टूटी हुई अवस्था में दुखी होकर तनाव में आकर उसका मानसिक जो स्तर था वो भी बिगड़ गया था, उस तरीके से वो घूम रही थी। ഇങ്ങനെ ഹാഗാർ നടന്നു പോലെ ഇങ്ങനെ ഉഴന്നു നടക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. ऐसे जैसे हागार चली थी उस प्रकार टूटे हुए मन के साथ चलने वाले कुछ ഇന്ന് लोग പകൽ हैं। നിങ്ങൾ ഈ വചനം വിശ്വസിക്കുന്നെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരും. आज यदि आप इस वचन पर विश्वास करते तो उससे प्रभु आपको बाहर लेकर आएगा। നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ आप കഴിയും. जिस समस्या का सामना कर रहे हैं प्रभु आपको उसमें से बाहर लाएगा। ആമേൻ. आमीन। ഹല്ലേലൂയ. हालेलुया। ഒരു തുരുത്തി വെള്ളം, एक मशका पानी, കുറച്ച് റൊട്ടി. थोड़ी सी रोटियां। ഒരു തുരുത്തി വെള്ളം മരുഭൂമിയിലാണ്, പെട്ടെന്ന് തീർന്നു. एक मशका पानी है, रेगिस्तान है, जल्दी खत्म हो गया, റൊട്ടി തീർന്നു. रोटी भी खत्म। വചനം ഇങ്ങനെ പറയാണ്, वचन कहता है അവൾ ബാലനെ നിലത്ത് ഇട്ടു. उसने बच्चे को जमीन पे डाला। ഇവിടെ ഇരിക്കുന്ന മാതാക്കളുണ്ട്, यहाँ पर बैठे माता पिता हैं, നമ്മുടെ കുഞ്ഞിനെ താഴെ ഇടാറില്ല. हम अपने बच्चों को नीचे नहीं डालते ना। അവനെ താഴെ ഇടണമെങ്കിൽ अगर उसको नीचे डालना है എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. तो मतलब सारी आशा खत्म हो गई है। ആമേൻ. आमीन। ആ മരുഭൂമിയിൽ അവനെ ഇട്ടു. उसने उसको रेगिस्तान में डाल दिया। ഒരു അമ്പിൻ പാട് ദൂരത്ത് അവൾ മാറിയിരുന്ന് നിലവിളിക്കാൻ തുടങ്ങി. एक तीर दूर पे जाके बैठी और चिल्लाने लगी, എല്ലാം തകർന്നവളെ പോലെ നിലവിളിക്കാൻ തുടങ്ങി. सब कुछ टूटे हुए के समान वो चिल्लाने लगी। പക്ഷെ കുറച്ച് അവൾ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം പറയാണ്, സ്വർഗം ദൈവം ബാലന്റെ നിലവിളി കേട്ടു. लेकिन जब वो चिल्ला रही थी तो लिखा है स्वर्ग ने यानी परमेश्वर ने बच्चे का गिड़गिड़ाना सुना। തീർന്നു എന്ന് തോന്നിയ സ്ഥലത്ത് നിന്ന് കർത്താവ് ചില ആരംഭങ്ങളെ കുറിക്കുക. जहां पर लगा कि सब कुछ खत्म हो गया वहां पर प्रभु ने एक नया शुरुआत दिया। ആമേൻ. आमीन। ആമേൻ. आमीन। നമ്മൾ പലപ്പോഴും അങ്ങനെ വിചാരിക്കുന്നവരാണ്. हम कई बार ऐसा सोचते हैं, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല, अब आशा करने के लिए कोई बात नहीं है, ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല, अब आगे बढ़ने के लिए कुछ नहीं है, ഇനി എനിക്കൊരു വഴി തുറക്കാൻ സാധ്യതയില്ല. अब मेरे सामने कोई रास्ता नहीं खुल എല്ലാ सकता, പ്രതീക്ഷകളും അസ്തമിക്കുമ്പോ सारी आशाएं टूट गई, സ്വർഗം ഇടപെടും. स्वर्ग आएगा, സ്വർഗം ഇടപെടും. स्वर्ग आएगा। ഇന്ന് പകൽ ഇതിനകത്ത് ചിലർക്ക് വേണ്ടി സ്വർഗം ഇടപെടുന്ന ഒരു പകലാണ്. आज यहाँ पर कुछ लोग के लिए स्वर्ग उतर के आने वाला है। വിശ്വസിക്കുന്നവർ ചേർന്നാമേൻ പറ. विश्वास करते बोले आमीन। ഹല്ലേലൂയ. പറ, എനിക്ക് വേണ്ടി സ്വർഗം ഇടപെടും. मेरे लिए स्वर्ग बात करेगा। ആമേൻ. പറ, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗം बोले ഇടപെടും. मेरे बच्चों के लिए स्वर्ग बात करेगा। ഹല്ലേലൂയ. ഹല്ലേലൂയ. हालेलुया। ഈ തുരുത്തിയിലെ വെള്ളം തീർന്നു. ये मशके का पानी खत्म,
ഇങ്ങനെ നിലവിളിയെല്ലാം കേട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് ഹാഗാറിന്റെ അടുക്കലേക്ക് വന്നു. ये गिड़गिड़ाना सुनकर स्वर्गदूत हाजिरा के पास में आता है. ഈ ദൂതൻ വന്നിട്ട് ഹാഗാറിനോട് പറയാണ്, ये हाजिरा के पास स्वर्गदूत ने आकर ऐसे बोला, ഹാഗാർ ഇരിക്കുക, हाजिरा ऐसे बैठी हुई है, തകർന്ന മനുഷ്യനായിട്ട് ഇങ്ങനെ ഇരിക്കുക. टूटे व्यक्ति के समान बैठी है. ദൂതൻ വന്ന് തട്ടിട്ട് പറയാ, अब स्वर्गदूत आकर बोल रहे हैं, ഹാഗാറെ हे हाजिरा എഴുന്നേൽക്ക, उठ जा, എഴുന്നേൽക്ക. उठ जा. ആമേൻ. आमेन. എന്നിട്ട് ഹാഗാറിനോട് പറയുന്നൊരു പദമുണ്ട്, और हाजिरा से एक शब्द को बोला, നീ എഴുന്നേറ്റ മാത്രം പോരാ, तुझे सिर्फ उठना नहीं है, നീ ബാലനെ താങ്ങി എഴുന്നേൽപ്പിക്കണം. तू अपने बच्चे को भी उठा. നീ മാത്രം എഴുന്നേറ്റാ പോരാ, सिर्फ तू उठना काफी नहीं, നീ ബാലനെ താങ്ങി എഴുന്നേൽപ്പിക്കണം. बच्चे को भी उठाओ. ആമേൻ. आमेन. എന്താ അതിന്റെ അർത്ഥം? इसका मतलब क्या है? നമ്മൾ മാത്രം എഴുന്നേറ്റാ പോരാ, हम खुद उठना काफी नहीं है. എഴുന്നേൽക്കാൻ പറ്റാതെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് കിടക്കുന്ന ചിലർ നമ്മുടെ മുമ്പിലുണ്ട്. ऐसे कुछ लोग हमारे सामने हैं जो उठ नहीं पा रहे हैं, सारी आशा टूट चुकी है. അവരെ എഴുന്നേൽപ്പിക്കാനുള്ള ദൗത്യം കർത്താവ് നമ്മുടെ മേലെ പകർന്നിരിക്കുന്നത്. उनको उठाने का जो जिम्मेदारी है प्रभु ने आमेन. हमारे ऊपर डाला है. ആമേൻ. आमेन. ഹല്ലേലൂയ. हालेलुया. ഇനി എന്താ ഇരുന്നാലുള്ള കുഴപ്പം? अब बैठने से क्या समस्या है? അവിടെ എങ്ങനെ കാണുന്നുണ്ട്, वहां पे ऐसे लिखा है, ഹാഗാർ എഴുന്നേറ്റു. हाजिरा खड़ी हो गई. അപ്പോൾ അവൾ കണ്ട ഒരു കാഴ്ച, उसने एक चीज को देखा, ദൈവം അവൾക്ക് വേണ്ടി ഒരു ഉറവ തുറന്നു. प्रभु ने उसके लिए एक सोता खोला. ആമേൻ. आमेन. ദൈവം ഒരു ഉറവ प्रभु ने उसके लिए सोता തുറന്നു. खोल दिया. അവൾ അതിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു. उसने उसमें से पानी निकाल के पिया. ഞാൻ സഭയോട് പറയാം, मैं कलीसिया से कहता हूँ, നിങ്ങളിപ്പോ ഇരിക്കുന്നത് പോലെ ഇരുന്ന आप यदि ऐसे बैठे हैं ना, ऐसे बैठे रहेंगे അപ്പൻ തന്നുവിട്ട ആ ഉണക്ക തുരുത്തിയും കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. तो पापा ने जो दिया था ना, वो जो सूखा हुआ मशका, उसी को देखते रहोगे. അബ്രഹാമിനെ കുറിച്ച് ബൈബിൾ പറയുന്ന അബ്രഹാം ഭയങ്കര സമ്പന്നനായിരുന്നു. अब्राहम के बारे में क्या बोला जाता है? अब्राहम बहुत धनी था. 300-ലധികം കായികാഭ്യാസികളെ വീട്ടിൽ പോറ്റി പുലർത്തുന്നവനാണ് അബ്രഹാം. 300 से अधिक लोगों को, बड़े बलवान लोगों को वो खिलाता था अपने घर पे. അങ്ങനെയാണെങ്കിൽ അവരുടെ ഭാര്യമാർ, ऐसा है तो उनकी पत्नियां भी होंगी, बच्चे, ആടുമാടുകൾ भेड़ बकरियां, എല്ലാം ഉണ്ട്. सब कुछ है. എന്നിട്ടും കൊടുത്തു വിട്ടത് ഒരു തുരുത്തി വെള്ളവും കുറച്ച് അപ്പവും. लेकिन क्या इसके हाथ में दिया? थोड़ी रोटियां और एक मशका पानी. ഹാഗാർ അവിടെ ഇരുന്നാൽ हाजिरा वहां बैठी है ഇങ്ങനെ പരാതി പറയും, और वैसे शिकायत कर रही है, എങ്കിലും എന്റെ അച്ഛൻ എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചല്ലോ, तो भी मेरे पति ने मेरे साथ ऐसे कर लिया. എങ്കിലും അച്ഛൻ എനിക്ക് ഒരു തുരുത്തി വെള്ളമല്ലേ തന്നോളൂ. उन्होंने मेरे साथ एक मशका पानी ही भिजवाया. ഒന്നും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് നല്ല ഇറച്ചിയൊക്കെ തന്നു വിടണ്ടേ. हो सकता था तो वो मेरे साथ अच्छा खाना भी भिजवा सकते थे ना. ഇത് പറഞ്ഞ് ഈ തുരുത്തി നോക്കി, കാലിയായ തുരുത്തി നോക്കി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. वो खाली मशकों को देखकर ऐसे रो रही थी. പക്ഷെ ദൂതൻ പറയാണ്, എഴുന്നേൽക്ക. लेकिन स्वर्गदूत कह रहे, खड़ी हो जा. അവിടെ കണ്ട് ഉറവ തുറന്നു വെച്ചിട്ടുണ്ട്. तो वहां पे तेरे लिए सोता खोला ഇന്ന് है. പകൽ നിങ്ങൾ എഴുന്നേൽക്കാൻ റെഡി ആണെങ്കിൽ आज यदि आप उठने के लिए तैयार है, നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ഉറവകളെ കാണാൻ കർത്താവ് നിങ്ങളെ आपके സഹായിക്കും. लिए खोलेगा. इस सोता को देखने के लिए प्रभु सहायता करेगा. आमेन. आमेन. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിരുന്നുണ്ട്, കർത്താവേ ഉറവ തുറക്കണമേ, തുറക്കണമേ. പ്രാർത്ഥിച്ച് ശാസിച്ച് ചുമ്മാ ബന്ധിക്കല്ലേ. आप वहाँ पर बैठकर ही बोल रहे हैं कि प्रभु मेरे लिए सोता खोलो, ये करो वो करो. आप वहाँ पे बैठकर ये बोलना नहीं है. അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ അന്യഭാഷ പറ്റി ഒരു കാര്യമില്ല. वहाँ पर बैठे रहकर अन्य भाषा बोलने का कोई फायदा नहीं है. വെരി സിമ്പിൾ. बहुत आसान. ഒന്ന് എഴുന്നേൽക്കുക, बस खड़े हो जाइए, കണ്ണു തുറന്ന് നോക്കുക. आँख खोल के देखिए. കർത്താവ് നിനക്ക് വേണ്ടി ഉറവ തുറന്ന് प्रभु വെച്ചിട്ടുണ്ട്. ने आपके लिए सोता खोला है. ഉറവ തുറന്ന് വെച്ചിട്ടുണ്ട്. सोता खोला है. അതിന്റെ പ്രത്യേകത, उसकी खासियत, അത് ഒരു പിശാചിനും അടയ്ക്കാൻ പറ്റത്തില്ല. वो कोई शैतान बंद नहीं कर सकता. ഒരിക്കലും മണ്ണ് വാരിയിട്ട് മൂടാൻ പറ്റത്തില്ല. कोई मिट्टी से बंद नहीं कर सकता. തുറന്നത് സ്വർഗമായതുകൊണ്ട് खोलने वाला स्वर्ग है. അതിനകത്ത് ഒരു പിശാചിനും സാധ്യതയില്ല. कोई शैतान को संभावना नहीं है. വിശ്വസിക്കുക. विश्वास करें. ദൈവം എനിക്ക് വേണ്ടി ഉറവകളെ തുറക്കും. प्रभु मेरे लिए सोते खोलेगा. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറ. जो विश्वास करते बोले आमेन. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറ. बोले आमेन. ഹല്ലേലൂയ. हालेलुया. നമ്മൾ പരാതി പറഞ്ഞിങ്ങനെ നിരാശപ്പെട്ട് താടിക്ക് കൈ കൊടുത്ത് അവിടെ ഇരുന്നാൽ അപ്പൻ തന്നുവിട്ട കാലിയായ തുരുത്തി കാണും. हम शिकायत कर कर यदि अपने हाथ को ऐसे रख के बैठेंगे तो पिता ने जो भिजवाया खाली मशका ही देख पाएंगे. പക്ഷെ ആത്മാവിൽ ഒന്ന് ചാടി എഴുന്നേറ്റെ. लेकिन आत्मा में आप खड़े हो जाइए, നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ഉറവ കാണാം. आपके लिए खुला सोता देख पाएंगे. ആമേൻ. आमेन. ആമേൻ. आमेन. എഴുന്നേൽക്കുക. खड़े हो जाइए. ആമേൻ. आमेन. ഇന്നൊരു മനുഷ്യനുണ്ട്, अब एक मनुष्य है, പേര് ഏലിയാവ്. नाम एलिया. ശക്തനായ പ്രവാചകൻ. बहुत सामर्थ्य भविष्यवक्ता है. അദ്ദേഹം പറഞ്ഞ മഴ പെയ്യും, वो बोलेंगे तो बारिश होती है, അദ്ദേഹം പറഞ്ഞ മഴ പെയ്യത്തില്ല, वो बोलेंगे तो बारिश बंद होती है, പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങും, वो बोलेंगे तो स्वर्ग से आग उतरता है, അദ്ദേഹം പറഞ്ഞ മരിച്ചവൻ वो എഴുന്നേൽക്കും. बोलेंगे तो मरा हुआ भी जिंदा हो जाए. ആമേൻ. ചിലരുടെ ബുദ്ധിമുട്ടുകൾ മാറും. कुछ लोग की समस्या हटेगी. ശക്തനായ പ്രവാചകൻ. सामर्थ्य भविष्यवक्ता. പക്ഷേ लेकिन ഇസബേൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ പറയാണ്, നാളെ ഈ സമയമാകുമ്പം
നിന്റെ തല കാണത്തില്ല. इजेबेल नाम की एक स्त्री बोल रही है कल इस समय पर तेरा सर नहीं दिखेगा फिर. ഓർക്ക് അത് പറയുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞപ്പോൾ സ്വർഗമേന്നൊക്കെ കർത്താവേന്നൊക്കെ വിളിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി കൊണ്ടുവന്ന ये घटना होने से ठीक पहले क्या हुआ था, एक शब्द बोलने पर स्वर्ग जब बोला स्वर्ग से आग उतरा था. ബാലിന്റെ പ്രവാചകന്മാരെ ചന്നം ഭിന്നം വെട്ടി തകർത്ത മനുഷ്യനാ. बाल के जितने भविष्यवक्ता थे उनको सबको तलवार से घात किया है. പക്ഷേ ഇസബേൽ പറയണം നാളെ സമയമാകുമ്പോ ഒരു ദൂതനോട്ട് പറയാ നിന്റെ തല കാണത്തില്ല. लेकिन जिजेबेल ने क्या किया, एक दूत को भेज के उसने क्या बोला, कल इस समय ആ पर तेरा सर कट വാക്കിന്റെ जाएगा. മുൻപിൽ അദ്ദേഹം ഒതുങ്ങിപ്പോയി. उस शब्द के सामने वो दब गए. അവിടുന്ന് നേരെ ഒറ്റ പോക്ക. वहां से सीधे जा रहे हैं. ബൈബിൾ ഇങ്ങനെ പറയുന്നു, बाइबल ऐसे कहता है അവൻ ബേർഷബയിൽ ചെന്നു. वो बेरशेबा में गए. നമ്മൾ നേരത്തെ പറഞ്ഞു മരുഭൂമിയാണ്. पहले हमने बोला था बेरशेबा क्या है, रेगिस्तान है. ബാലികാരനുണ്ടായിരുന്നു, वहां पे उसका सेवक था. അവനെ ഈ ബേർഷബയിലാക്കിയിട്ട് उसको बेरशेबा में छोड़कर കുറച്ചും കൂടെ മുന്നോട്ട് ചെന്ന. थोड़ा और आगे जाकर അവിടെ ചെന്നപ്പോൾ കണ്ട നല്ല ഒരു ചൂരച്ചെടിയുണ്ട്. वहां पे देखा तो अच्छा एक बांज का वृक्ष है. മരുഭൂമിയിൽ ഒരു ചെടി എന്ന് പറയുമ്പോഴത്തേക്ക് അല്പം ആശ്വാസവും തണലും കിട്ടുന്ന സ്ഥലമാണ്. रेगिस्तान में मतलब एक पेड़ है, मतलब थोड़ा सा तो छाया मिलेगा അതിന്റെ ഇടയിലോട്ട് ചെന്ന് കിടന്നിട്ട് उसके बीच में जाकर ऐसे बैठकर പറയാ बोल रहा है മതി കർത്താവേ, बस प्रभु മതി, बस. പ്രവചനം മതി, भविष्यवाणी काफी है, ആരാധന മതി, आराधना काफी है. ഇനി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. अब प्रार्थना नहीं कर सकते കാരണം കൊല്ലോന്ന് ഓർഡർ ഇട്ടേക്കുക. क्योंकि बोला है कि मार देंगे मुझे. ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. अब मैं कुछ नहीं कर पाऊंगा. എന്നെ അങ്ങ് എടുത്തോ, मुझे ले लो, എന്നെ എടുത്തോ, मुझे ले लो, ഞാൻ എല്ലാം അവസാനിപ്പിക്കുക. मैं सब कुछ बंद कर रहा हूँ. ഇങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ऐसे बोलने वाला कोई यहाँ पर है? എത്ര പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടാത്തോണ്ട് കർത്താവ് ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല. कितना भी प्रार्थना करो कुछ नहीं मिल रहा, इसलिए अब मैं प्रार्थना नहीं करूंगा. ആമേൻ. आमेन. മതി കർത്താവ്, ഇനി എന്നെ കൊണ്ട് ആരാധിക്കാൻ പറ്റത്തില്ല. बस प्रभु अब मैं आराधना नहीं कर ഇനി पाऊंगा. എന്നെ കൊണ്ട് സ്തുതിക്കാൻ പറ്റുമെന്ന് अब തോന്നുന്നു. मैं स्तुति नहीं कर पाऊंगा, ഇനി मुझे नहीं എന്നെ കൊണ്ട് लगता. പ്രാർത്ഥിക്കാൻ अब പറ്റത്തില്ല. मैं प्रार्थना नहीं कर ഇനി पाऊंगा. എന്നെ കൊണ്ട് പ്രവചിക്കാൻ अब मैं പറ്റത്തില്ല. भविष्यवाणी नहीं कर ഇനി पाऊंगा. എന്നെ കൊണ്ട് ശുശ്രൂഷിക്കാൻ अब मैं പറ്റത്തില്ല. सेवकाई नहीं कर पाऊंगा. ഇങ്ങനെ പറയുന്ന ചിലരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സീസൺ ആണ് ഇന്ന് ऐसे പകൽ. बोलने वाले कुछ लोग को खड़ा करने वाला मौसम है ये. ആമേൻ. आमेन. ഹല്ലേലൂയ. हालेलुया. നോക്കിക്കേ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ देखिए जब ये बोल रहे हैं അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. वहां पे वो सो गया. ഒരു ദൂതൻ വന്ന് एक स्वर्गदूत ने आके തട്ടി ഉണർത്തി. उसको उठाया. എലിയാവേ എന്ന് വിളിക്കുക, एलिया बुलाया, എഴുന്നേക്ക്, उठ जा നീ ഇത് കഴിക്കേ. तो इसको खा. ദൂതൻ വന്നപ്പം വെറും കൈയോടെ അല്ല വന്നത്. ദൂതൻ വന്നപ്പോഴത്തേക്ക് ഇതാണ്ട് ഒരു തുരുത്തി വെള്ളവും കനലിൽ ചുട്ട അടയുമായിട്ടാ വന്നത്. स्वर्गदूत जब आया तो खाली हाथ नहीं आया. वो क्या लेकर आया, एक मश का पानी और अंगारे में बनाई हुई रोटी को लेकर आया. ആമേൻ. आमेन. എന്നിട്ട് പറയാ തിന്നെ. और बोल रहा खा लो. അദ്ദേഹം കഴിച്ചു. उन्होंने खाया. എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം, मुझे सोचने वाला एक विषय जो था, ദൂതനെ കണ്ടു, स्वर्गदूत को देखा പുള്ളി ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ആ റൊട്ടി മേടിച്ച് കഴിച്ചു. और कोई उनको चेहरे पे कुछ बदला नहीं. उन्होंने सब कुछ लेके वो रोटी वोटी सब खा लिया അവിടെ കിടന്ന് പിന്നെ ഉറങ്ങി. और फिर से वो सो गए. അമ്മു ദൂതനെ കണ്ടിട്ടുണ്ടോ? अम्मू आपने कभी स्वर्गदूत को देखा है? കണ്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും സ്വർഗത്തിൽ ദൂതനെ കണ്ടിട്ടുണ്ടോ? कभी भी देखा है स्वर्ग के दूत को? എപ്പോഴെങ്കിലും ദൂതൻ വന്നിട്ട് അമ്മു എന്ന് വിളിച്ചിട്ടുണ്ടോ? कभी स्वर्गदूत ने आके अम्मू बुलाया है? വിളിച്ചിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ ലൈഫിൽ നിങ്ങൾ ദൂതന്മാരെ കണ്ടിട്ടുണ്ടോ? आप सबके जीवन में क्या आपने कभी स्वर्गदूत को देखा है? ഇന്ന് രാത്രി आज रात को നിങ്ങളുടെ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ आप कमरे में सो रहे हैं, ഒരു ദൂതൻ വന്നിട്ട് एक स्वर्गदूत आकर സിൽക്കീന്ന് വിളിച്ച सिल्की बुलाए, എന്താ പറയും? क्या बोलेंगे? ഒന്നും പറയൂല. कुछ नहीं बोलेंगे. ബാക്കി നാട്ടുകാർ പറയും. बाकी गांव वाले बोलेंगे. നമ്മൾ ദൂതനെ കണ്ട ആ സ്പോട്ടിൽ തീരും. हम स्वर्गदूत को देखेंगे तो उस समय पर खत्म हो जाएंगे, കാരണം നമുക്ക് കണ്ട് ശീലമില്ല. क्योंकि हमने कभी देखा नहीं है. പക്ഷെ ഏലിയാവ് ആ ഉറക്കത്തിൽ കിടന്നിട്ടും ചാടി എഴുന്നിട്ട് ആ ദൂതനെ കണ്ടിട്ട് അപ്പം മേടിച്ച് എന്നിട്ട് ഒരു മര്യാദ ഇല്ലാതെ കിടന്നുറങ്ങി. लेकिन एलिया ने क्या किया, नींद में था, स्वर्गदूत ने आके उठाया उसको, उसने रोटी खा के कोई शर्म नहीं था, ऐसे ही सो गया. നിങ്ങൾ ആ ഭാഗം വായിക്കണം കേട്ടോ. अगर आप वो घटना पढ़ेंगे तो समझ जाएगा. അവിടെ എങ്ങനെ എഴുതിയിരിക്കുകയാണ്, वहाँ पे ऐसे लिखा है, ദൂതൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് അവനെ വീണ്ടും എഴുന്നേപ്പിച്ചു തട്ടി. स्वर्गदूत थोड़ा और इंतजार किया, उसको फिर से उठाया. ഇല്ല എഴുന്നേക്കാൻ പറഞ്ഞു. उठ जा बोला, വീണ്ടും തിന്നാൻ പറഞ്ഞു. फिर से खाने के लिए बोला, അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ മിച്ചമുണ്ട്. तो उसमें थोड़ा और बाकी है मतलब. എന്നിട്ട് പറഞ്ഞു നീ എവിടെ തുടരേണ്ടവനല്ല. बोला कि तुम्हें यहाँ पर रहने के लिए नहीं. ആമേൻ. आमेन. എന്നിട്ട് പറയും നീ തീർന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. बोला है ना कि तू खत्म हो जाएगा, പക്ഷെ ദൂതൻ പറയാണ് लेकिन स्वर्गदूत कह रहा है തീർന്നിട്ടില്ല മോനെ, खत्म नहीं हुआ बेटा, നിനക്കൊരു ദൂര യാത്രയുണ്ട്. अभी दूर यात्रा करना है. നീ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞില്ലേ. तुम्हें लगा ना सब खत्म है? ഇല്ലടാ, നീ പറയുന്നതല്ല സംഭവിക്കാൻ പോകുന്നത്. नहीं नहीं, जो तूने बोला वो नहीं होगा. നിന്നെ കുറിച്ച് നീ പറയുന്നതല്ല ചലിക്കാൻ പോകുന്നത്. तुम्हारे बारे में जो तुमने बोला वो नहीं നിന്നെ होगा. കുറിച്ച് ദൈവം പറഞ്ഞത് സംഭവിക്കും. तेरे बारे में जो परमेश्वर ने बोला वो ही होगा. ആമേൻ. आमेन. 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 ഒന്നും
കൂടെ പറയാം. एक और बार बोलता हूँ. നിങ്ങളെ നോക്കി പാസ്റ്റേഴ്സ് പറയുന്നതല്ല നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. आपको देखकर पासवान ने जो बोला वो भी आपके जीवन में नहीं होगा. നിങ്ങളുടെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന വിശ്വാസി പറയുന്നതല്ല നിങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. आपके साथ बैठकर आराधना करने वाले विश्वासी ने बोला वो नहीं होगा. നിങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ यदि आपके जीवन में कुछ होगा അത് സ്വർഗ്ഗം പറഞ്ഞത് वो സംഭവിക്കും. स्वर्ग ने बोला वो होगा. വിശ്വസിക്കുന്നവരാമേൻ പറ. विश्वास करने वाले आमीन बोले. ഹല്ലേലൂയ. हालेलुया. എന്നിൽ സ്വർഗ്ഗം പറഞ്ഞത് സംഭവിക്കും. जो स्वर्ग ने बोला वही मेरे साथ होगा. ദൈവം പറഞ്ഞത് എന്നിൽ സംഭവിക്കും. जो परमेश्वर ने बोला वही मेरे साथ होगा. ഹല്ലേലൂയ. हालेलुया. നീ എന്താ പറഞ്ഞ തീർന്നല്ലേ? आपने क्या बोला खत्म. നീ എന്താ പറഞ്ഞ ഇവിടെ കൊണ്ട് എല്ലാം അവസാനിച്ചെന്നല്ലേ? आपने क्या बोला यहाँ से सब खत्म हो ഇല്ല, गया. തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. लेकिन यहाँ से शुरू हो रहा ആമേൻ. है. നമ്മൾ ആരംഭിക്കാൻ പോകുന്നതേ हम ഉള്ളൂ. शुरू करने जा रहे हैं. വിശ്വസിക്കുക. विश्वास करें. ഹല്ലേലൂയ. हालेलुया. ഞാന് നിശയ്ക്ക് വയ്യാതായിട്ട് जब निशा की तबीयत खराब हो गई थी ഒന്ന് എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയപ്പോ थोड़ा सा वो चलने लग गई थी ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൊരു കൺവെൻഷൻ നടന്നു. तो हमारे घर के पास में कन्वेंशन हुआ, सभा हुई. ഞങ്ങൾ നിശയെ ഇങ്ങനെ എടുത്തുകൊണ്ട് ആ കൺവെൻഷന് പോയി. हम निशा को लेकर उस सभा में गए. അന്ന് രാത്രിയിൽ उसी रात को ആ മീറ്റിംഗ് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഞാൻ വിദേശത്ത് ഒരു രാജ്യത്ത് ശുശ്രൂഷയ്ക്കായിട്ട് പോവുക. वो सभा के बाद कुछ घंटों में मैं विदेश में सेवकाई के लिए जा रहा हूँ. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് सभा के बाद ആ പ്രസംഗിച്ച പാസ്റ്റർ വന്നിട്ട് वो प्रचार करने वाले पासबान ने आके बोला, എന്നെ എൻ്റെ അമ്മയും കൂടെ വിളിച്ചിട്ട് മാറ്റി നിർത്തിയിട്ടൊരു ദൂത് പറഞ്ഞു. मुझे और मेरी माँ को साइड में खड़ा करके एक संदेश बोला. അദ്ദേഹം പറഞ്ഞ ദൂത് ഇതാണ്: उन्होंने ऐसे बोला, നിശ മരിച്ചു പോകും. निशा जो मेरी पत्नी है उसका मृत्यु हो जाएगा. ആ ദൂതും കേട്ടിട്ടാണ് എനിക്ക് ഇവിടുന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി അടുത്ത രാജ്യത്തോട്ട് പോകാം. ये संदेश सुनने के बाद मुझे कुछ घंटों में विदेश जाना है. आमेन. എൻ്റെ അടുത്ത് പറയാ, मुझसे बोला, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, प्रभु की आत्मा ने बोला है നിശ മരിച്ചു പോകുള്ളൂ. निशा की मृत्यु हो जाएगी. എൻ്റെ അമ്മ പരിസരം മറന്ന ആ സ്ഥലത്ത് നിന്ന് വാവൊട്ടിക്കരഞ്ഞു. मेरी माँ परिस्थिति सब भूल कर उस जगह पे खड़े होकर चिल्ला कर रोने लगी. നിശയാണെങ്കിൽ പറഞ്ഞ ദൂത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെ ഇങ്ങനെ നോക്കിയിരിക്കുക. और निशा को वो बोला हुआ संदेश कुछ समझ नहीं आ रहा था, वो ऐसे ही देखती रही. എനിക്ക് കരയണോ അവിടെ കിടന്ന് ഓടണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. मुझे रोना है, वहां पे चिल्लाना है, क्या करना है कुछ समझ नहीं आ रहा. പക്ഷെ ആ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് ബലപ്പെടുത്തി. लेकिन उस समय पर पवित्र आत्मा ने मुझे बल दिया. ഞാൻ അല്പം അങ്ങോട്ട് മാറി നിന്നിട്ട് मैं थोड़ा वहां पे से हट कर खड़ा हुआ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ ദൂതിനെ ക്യാൻസൽ ചെയ്തു. मैंने बोला यीशु के नाम से उस संदेश को मैं कैंसिल करता हूँ. ആമേൻ. आमेन. ആമേൻ. आमेन. ഞാൻ പറഞ്ഞു ഈ പ്രവചന ശബ്ദത്തെ ഞാൻ ക്യാൻസൽ ചെയ്തു. मैंने बोला ये भविष्यवाणी के शब्द को कैंसिल करता हूँ. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ചില മാസങ്ങൾ കഴിഞ്ഞു. कुछ महीने बाद ഈ ദൈവദാസനെ വീട്ടിൽ വിളിച്ചു. ये प्रभु का दास जब घर पे आए, നിശ ചായ ഇട്ട് കൊടുത്തു. निशा ने उनको चाय बना के पिलाया. ആമേൻ. आमेन. ആമേൻ. आमेन. ആമേൻ. आमेन. ആമേൻ. आमेन. ഒന്നും കൂടെ പറയാം. एक और बार मैं बोलता हूँ, പാസ്റ്റേഴ്സ് പറയുന്നതല്ല നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. पास्टर्स जो बोलते हैं वो आपके जीवन में नहीं होगा. അടുത്തിരുന്ന് ആരാധിക്കുന്ന വിശ്വാസികൾ പറയുന്നതല്ല നിങ്ങളിൽ നടക്കാൻ बगल പോകുന്നത്. में बैठ के आराधना करने वाले विश्वासी जो बोलेंगे वो नहीं വചനം होगा. പറയുന്നത് നടക്കും. വചനം जो പറയുന്നത് वचन बोलता है वही आपके जीवन में होगा. ദൈവം പറയുന്നത് സംഭവിക്കും. जो परमेश्वर बोलता है वही होगा. ഇന്ന് പകൽ വിളിച്ചു പറ, എന്നിൽ നടക്കാൻ പോകുന്നത് കർത്താവ് പറഞ്ഞത് സംഭവിക്കും. आज दिन के समय बोले जो मेरे साथ होने वाला है वो प्रभु जो बोलता है वही होगा. പകൽ ഇതിനകത്ത് ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവ ശബ്ദം ചലിക്കുകയാണ്. आज दिन के समय कुछ व्यक्तियों के लिए परमेश्वर की वाणी चल रही ദൈവ है. ശബ്ദം ചലിക്കുകയാണ്. प्रभु की वाणी चल रही ദൈവ ശബ്ദം है. ചലിക്കുകയാണ്. प्रभु की वाणी चल रही है. खड़े हो जाओ. ഹരബല ഹംദല. शबा बाबा 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 शब्द है. Arise, arise. खड़े हो जाओ. हंगरा बला 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 लेखे महाथरा बला बला बला. നിന്റെ ഭവനത്തിൽ ദൈവം പറഞ്ഞത് സംഭവിക്കും. आपके घर में परमेश्वर जो बोला वो होगा. നിന്റെ തലമുറകളുടെ മേൽ ദൈവം പറഞ്ഞത് आपकी സംഭവിക്കും. पीढ़ी के ऊपर प्रभु जो बोला वो होगा. നിന്റെ ഫിനാൻഷ്യൽ മേഖലകളിൽ ദൈവം പറഞ്ഞത് സംഭവിക്കും. आपकी आर्थिक क्षेत्रों में प्रभु जो बोला वो होगा. നിന്റെ ജോലി സ്ഥലങ്ങളിൽ ദൈവം പറഞ്ഞത് आपके സംഭവിക്കും. कार्यालय में जो प्रभु ने बोला वो होगा. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ആത്മാവിൽ കർത്താവിനെ विश्वास करके സ്തുതിച്ചാട്ടെ. ताली बजा के प्रभु की महिमा करे. പറ പറ, ദൈവം പറഞ്ഞത് സംഭവിക്കാൻ പോവുകയാണ്. बोलिए जो प्रभु ने बोला वो ദൈവം होगा. പറഞ്ഞത് സംഭവിക്കാൻ जो प्रभु പോവുകയാണ്. ने बोला वो होगा. പറഞ്ഞത് സംഭവിക്കാൻ जो प्रभु പോവുകയാണ്. ने बोला वो होगा. ദൈവം പറഞ്ഞത് സംഭവിക്കാൻ प्रभु പോവുകയാണ്. ने बोला वो होगा. ദൈവത്തിന്റെ ശബ്ദം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചലിക്കുന്നു. प्रभु की वाणी आपके लिए चल रही है. ദൈവം പറഞ്ഞത് സംഭവിക്കും. जो प्रभु ने बोला वो होगा. ദൈവം പറഞ്ഞത് സംഭവിക്കും. जो प्रभु ने बोला वो होगा.
होगा। ദൈവം പറഞ്ഞത് മാത്രമേ സംഭവിക്കൂ. जो प्रभु ने बोला वो होगा। ഹലവാ ഭ്രമണ ഝഗല ഝഗര ഝഗര ചുടവല വരവല വരവല ധവരവല വരവ. ദൈവം പറയുന്നത് സംഭവിക്കും. जो प्रभु ने बोला वो होगा। അതിനെ തടുക്കാൻ ഒരു പിശാചിനും പറ്റത്തില്ല. उसको रोकना कोई शैतान की बस की नहीं। അതിനെ തടുക്കുവാൻ ഒരു അന്ധകാര ശക്തിക്കും उसको സാധ്യമല്ല. रोकना किसी अंधकार की सामर्थ्य नहीं। അതിനെ ബന്ധിക്കാൻ ഇവിടുത്തെ ഒരു ശക്തിക്കും സാധ്യമല്ല. उसको बंधना बंधन में लाना किसी വിളിച്ചു सामर्थ्य പറ, नहीं है। ദൈവം പറഞ്ഞത് സംഭവിക്കും. बोलिए जो प्रभु ने बोला वही होगा। ഞാൻ എഴുന്നേൽക്കും, मैं खड़ा हूँगा। അവന്റെ മേൽ പ്രകാശിക്കും. प्रभु मेरे ऊपर चमकेंगे। Shabababababa shate. Rokoriala mane shante. ഇന്ന് പകൽ ഇതിനകത്ത് ചിലർക്ക് വേണ്ടി ദൈവം വായ് തുറക്കുകയാണ്. आज दिन के समय कुछ लोगों के लिए प्रभु अपना मुंह खोल रहा है। അവന്റെ ശബ്ദം ചിലരുടെ ചെവികളിൽ മുഴങ്ങുകയാണ്. उसका शब्द कुछ लोगों के कानों में गूंज रहा നീ है। ഇവിടെ കൊണ്ട് തീരേണ്ടവനല്ല. आप यहाँ पे खत्म नहीं നീ होंगे। ഇവിടെ കൊണ്ട് आप അവസാനിക്കേണ്ടവനല്ല. यहाँ पर आपका अंत न होगा। നിനക്കൊരു ദൂരയാത്രയുണ്ട്. आपके लिए दूर यात्रा है। ചേർന്ന ആമേൻ शबाबाबा പറ. बोले आमेन। शबाबाबाबा ദൂതൻ പറയുക, स्वर्गदूत बोल रहा है, എലിയാവേ, एलिया നിനക്ക് ഇവിടെ എന്താ കാര്യം? तुझे यहाँ पर क्या काम? എഴുന്നേറ്റ് പോകുക. खड़ा हो जा। വചനം പറയുന്നു, वचन कहता है അവൻ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു. वो प्रभु के पर्वत होरेब तक गया। അവൻ കഴിച്ച ഭക്ഷണത്തിന്റെ ബലത്തിൽ 40 രാവും പകലും നടന്ന് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു. उसने जिस भोजन को खाया उसके बल पर 40 दिन 40 रात यात्रा करके प्रभु के पर्वत होरेब तक गया। എന്താ ഹോരേബ്? होरेब क्या है? ഹോരേബിലാണ് വിക്കനായ മോശയുടെ ചരിത്രത്തെ പരിശുദ്ധാത്മാവ് होरेब में जो बोलने वाला जुबान से जो हकलाता था मूसा के इतिहास को प्रभु ने बदला। മോശയ്ക്ക് ഒരു ഡിവൈൻ എൻകൗണ്ടർ സംഭവിച്ച സ്ഥലം ഹോരേബാണ്. मूसा के साथ एक दैविक मुठभेड़ हुआ जगह होरेब है। ആമേൻ. आमेन। അവിടെ വെച്ചാണ് 40 ലക്ഷം ജനത്തെ നിയന്ത്രിപ്പാൻ അവരെ നയിപ്പാനുള്ള അഭിഷേകത്തെ കൈമാറ്റം ചെയ്തത്. वहीं पर 40 लाख लोगों को अगुवाई करने का अभिषेक അവിടെ വെച്ചാണ് मूसा पर ഫറവോന്റെ उतरा। മുമ്പിൽ ചെന്ന് ധൈര്യമായിട്ട് നിൽക്കാനുള്ള ഒരു അഭിഷേകം കർത്താവ് वहाँ പകർന്നു. पे ही उसको फिरौन के सामने खड़ा होकर हिम्मत के साथ खड़ा होने का अभिषेक मिला। ഏലിയാവ് ചെന്നത് ഹോരേബിലാ. एलिया कहाँ पर गया? होरेब पर गया। ആമേൻ. आमेन। എന്താ ഹോരേബ്? क्या है होरेब? ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന ഇടം. प्रभु की उपस्थिति उतरने वाली जगह। പ്രസൻസ് ഓഫ് ഗോഡ് ചലിക്കുന്ന സ്ഥലം. प्रभु की उपस्थिति चलन करने वाली जगह। ആമേൻ. आमेन। ആ ചൂരച്ചെടിയുടെ കീഴിൽ നിന്ന് वो बांज वृक्ष के नीचे से ഒന്ന് എഴുന്നേറ്റ് थोड़ा सा खड़े होकर അവിടെ കിടന്ന് പരാതി പറയാതെ, वहाँ पर पड़े रहकर शिकायत അവിടെ बोलने का കിടന്ന് नहीं, പരാജയങ്ങൾ പറയാതെ वहाँ पर पड़े रहकर हार बोलने का नहीं। സഭയോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഓർപ്പിക്കുന്നു. कलीसिया से पवित्र आत्मा बोलता है, അവിടെ നിന്ന് എഴുന്നേറ്റ് खड़े होकर പ്രസൻസ് ഓഫ് ഗോഡിലേക്ക് വാ. आप प्रभु की उपस्थिति में ദൈവ जाओ। സാന്നിധ്യത്തിലേക്ക് ഒന്ന് വാ. प्रभु की उपस्थिति में आ നിന്റെ जाओ। ചരിത്രത്തെ ഞാൻ മാറ്റാം. आपके इतिहास को मैं बदलूंगा। Hallelujah. हालेलुया। Are you ready? क्या आप तैयार हैं? എത്ര പേർ റെഡിയാണ് ദൈവ സാന്നിധ്യത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാൻ? कितने लोग तैयार हैं प्रभु की उपस्थिति में जाने के लिए? ദൈവ സാന്നിധ്യത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ എത്ര പേർ प्रभु ആഗ്രഹിക്കുന്നു? की उपस्थिति के पास आना कितने लोग चाहते हैं? നിങ്ങളുടെ ചരിത്രം അവിടെ കുറിച്ച് മാറും. आपका इतिहास वहाँ അവിടെ बदलेगा। വെച്ച് നിങ്ങളിൽ ചില പുതിയതൊന്ന് ആരംഭിക്കും. वहाँ पर आप में कुछ नया शुरुआत होगा। Hallelujah. हालेलुया। ഹോരേബിൽ ചെന്ന ഏലിയാവിനോട് കർത്താവ് പറയുക, होरेब में जाकर एलिया से प्रभु ने बोला, നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഭാഗം കേൾക്കണം. आप ध्यान से सुने। ഹോരേബിൽ ചെന്ന ഏലിയാവിനോട് ദൈവം പറയാ, होरेब के पास जाकर एलिया से परमेश्वर ने क्या बोला? ഒരു ഇസബേൽ ഒരു സ്ത്രീയുടെ വാക്കിട്ട് ഭയപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നതല്ലേ? तू एक स्त्री का शब्द सुन के डर कर यहाँ आया है। ഒരു രാജ്ഞിയുടെ വാക്കിട്ട് തകർന്നവനായിട്ട് ഇവിടെ വന്നതല്ലേ? एक रानी के शब्द सुन के तू टूट कर यहाँ आया है। എന്നാൽ നിന്റെ മേൽ ഞാൻ പകരാൻ പോകുന്നത്, लेकिन तेरे ऊपर मैं जो उंडेल रहा हूँ, നീ അരാം രാജ്യത്തെ तू आराम राज्य का, അവിടെ ഒരു രാജാവായിട്ട് वहाँ पे एक राजा है, നീ ഹസായേലിനെ അഭിഷേകം तू ചെയ്യും. हजाएल को अभिषेक कर। ഹാ, നീ ഒരു രാജ്ഞിയെ പേടിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ? एक रानी से डर के आया है ना? ആമേ, നീ എന്നൊരു കാര്യം ചെയ്യ്, നീ അരാം രാജ്യത്തിന് ഹസായേലിനെ രാജാവായിട്ട് നീ അഭിഷേകം तो ചെയ്യും. तू एक बात कर, तू आराम राज्य के राजा के तौर पे हजाएल का अभिषेक कर। എന്നിട്ട് തീർന്നില്ല. खत्म नहीं हुआ। ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി इस्राएल राज्य के लिए നിംഷിയുടെ മകനായ निम्शी का बेटा യേഹൂവിനെ येहू को രാജാവായിട്ട് അഭിഷേകം तू ചെയ്യും. राजा बनाकर अभिषेक कर। തീർന്നില്ല. खत्म नहीं हुआ। ഈ ഏലീശായെ तू एलीशा को നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യും. तेरे बदले भविष्यवक्ता अभिषेक कर। ആഹാ. നീ ഒരു രാജ്യത്തിലെ പ്രധാന വ്യക്തി പറഞ്ഞപ്പോ പേടിച്ചു പോകുന്നതല്ലേ? तू एक राज्य का खास इंसान ने कुछ बोला तू डर गया। ദൈവ അഭിഷേകം പകർന്നത് ഈ ഡബിൾ പോർഷനാ.
प्रभु ने जो अभिषेक उंडेला ना दुगना രണ്ട് രാജ്യത്തിലെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ ഏലിയാവിനെ കർത്താവ് ഉപയോഗിച്ചു. दो राज्य के राजाओं को अभिषेक करना जिसने बोला सब खत्म है, उस एलिया का इस्तेमाल किया. ഇതെങ്ങനെ സംഭവിച്ചേ? ये कैसे हुआ? ഈ ചൂരച്ചെടിയുടെ കീഴിൽ നിന്ന് पांच वृक्ष के नीचे से ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലോട്ട് വരണം. प्रभु के पर्वत होरेब पे आना है. നിന്നിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ यदि आपके अंदर कुछ होना है, നീ സാന്നിധ്യത്തിലോട്ട് വരണം. उपस्थिति में आना है. ഹല്ലേലൂയ. हालेलुया. പകൽ വിളിച്ചു പറ, ഇതിനകത്ത് രാജാക്കന്മാരോട് ദൂത് പറയേണ്ടവർ ഇരിപ്പുണ്ട്. आज दिन के समय बोलता हूँ, इसके अंदर राजाओं से संदेश बोलने वाले लोग बैठे हैं. ഇതിനകത്ത് ഭരണാധികാരികളോട് ആലോചന പറയുവാൻ അഭിഷേകം പ്രാപിച്ച ചിലർ ഇരിപ്പുണ്ട്. इसके अंदर शासकों से भविष्यवाणी करने के लिए अभिषेक पाए लोग हैं. ഹല്ലേലൂയ. हालेलुया. കരത്തെ നോക്കിയിട്ട് പറ, ചിലരെ അഭിഷേകം ചെയ്യേണ്ടതാണ് ഈ കരങ്ങൾ. हाथों को देखकर बोले, कुछ लोग को अभिषेक करने के लिए ये हाथ है. ചിലരെ എഴുന്നേൽപ്പിക്കേണ്ടതാണ് ഈ കരങ്ങൾ. कुछ लोग को इन हाथों से खड़ा करना है. വിളിച്ചു പറ, ഈ കരത്തെ നോക്കി പറ, बोले, इस हाथ को സൗഖ്യം പകരേണ്ടതാണ് ഈ देखकर കരങ്ങൾ. चंगा करने वाला हाथ है. ഉഡാരാബാല, ഹംദരാബാല, शबा बाबा 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 शंते. രാഖാഠാരാബാല, ബലബലബല. അപ്പോൾ നിങ്ങളുടെ മേൽ കിടക്കുന്നത് ഒരു സാധാരണ तो അഭിഷേകമല്ല. आपके ऊपर जो पड़ा है साधारण अभिषेक नहीं. നിങ്ങളുടെ മേൽ കിടക്കുന്നത് ഒരു സാധാരണ നിയോഗമല്ല. आपके ऊपर जो पड़ा है साधारण अगुवाई नहीं. ഒരു റോയൽ അനോയിന്റിംഗ്. एक राजकीय अभिषेक. ആമേൻ. आमीन. വിശ്വസിക്കുന്നവർ ആമേൻ പറ. विश्वास करने वाले बोले आमीन. എഴുന്നേൽക്കുക. खड़े हो जाए. എഴുന്നേൽക്കുക. खड़े हो जाए. എഴുന്നേൽക്കുക. खड़े हो जाए. ആമേൻ. आमीन. ശബര ഹംദലറഗ. शखरबाला हथोरिया. നിങ്ങൾ എഴുന്നേൽക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങളിലൂടെ ചിലത് പ്രവർത്തിപ്പാൻ സ്വർഗം നേരത്തെ റെഡിയാണ്. यदि आप तैयार होंगे खड़े होने के लिए, तो आपके लिए खड़ा होने के लिए स्वर्ग तैयार है. ഈ വെളിപ്പാട് കിട്ടിയതുകൊണ്ടാണ് ये प्रकाशन मैंने पाया. അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേൽക്കുക, നിന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കും. इसलिए प्रेरित पौलुस ने एफेसियों की पत्री में लिखा, हे सोने वाले जाग, मुर्दों में से जी उठ, तो तुझ पर परमेश्वर की ज्योति चमकेगी. ആമേൻ. आमीन. ആമേൻ. आमीन. ഈ 6-ാം മാസം, ये छठा महीना, ഈ അവസാനത്തെ ഞായറാഴ്ച ये आखिरी इतवार, ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. मैं आपको देखकर भविष्यवाणी करता हूँ. ഈ വർഷം ഈ 6 മാസം ഒന്നും സംഭവിച്ചില്ലല്ലേ? ये साल में 6 महीने में कुछ नहीं हुआ ना, പക്ഷെ തുടങ്ങാൻ പോവാ. लेकिन शुरू होने जा रहा ഇന്ന് है. മുതൽ ചിലത് ആരംഭിക്കാൻ പോവാ. आज से लेके शुरू हो रहा ഇന്ന് है. മുതൽ ചിലത് ആരംഭിക്കുക. आज से लेके कुछ शुरू हो रहा നിങ്ങളുടെ है. ലൈഫിൽ ചിലത് ആരംഭിക്കുക. आपके जीवन में कुछ शुरू हो रहा വിളിച്ചു പറ, है. എന്റെ വീട്ടിൽ ചിലത് കർത്താവ് ആരംഭിക്കാൻ പോകുക. बोले, मेरे घर में कुछ शुरू हो എന്റെ रहा है. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ചില വഴികൾ തുറക്കുകയാണ്. मेरे बच्चों के लिए कुछ रास्ते खुल रहे हैं. ആമേൻ. आमीन. ആമേൻ. आमीन. രണ്ട് വ്യക്തികളെ കുറിച്ച് നാം ചിന്തിച്ചു. दो व्यक्तियों के बारे में. ഒന്ന് വീട്ടുകാർ പറഞ്ഞു വിട്ടത്, एक घर वालों ने भिजवाया, उसको बाहर भेजा. വീട്ടുകാർ തള്ളിക്കളഞ്ഞത്. घर वालों ने तिरस्कार किया. ഹാഗാറിനെ കുറിച്ചും ഇഷ്മായിലിനെ കുറിച്ചും നമ്മൾ കേട്ടു. हाजिरा और इश्माइल के बारे में सुना, രണ്ട് ഏലിയാവിനെ കുറിച്ച്. और दूसरे इलिया के बारे में, സ്വന്തമായിട്ട് എല്ലാം മതി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. जिसे स्वयं बोला मुझे अब काफी है, मैं जा रहा हूँ. സ്വന്തമായിട്ട് എല്ലാം അവസാനിപ്പിച്ചൊരു മനുഷ്യൻ. खुद ही सब कुछ खत्म करने वाला व्यक्ति. ഇവരെ രണ്ടുപേരുടെയും ചരിത്രത്തെ പരിശുദ്ധാത്മാവ് മാറ്റി നമ്മൾ കേട്ടു. ये दोनों लोग के इतिहास को पवित्र आत्मा ने बदला, हमने सुना. ഇനി അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ अब आप प्रेरितों के कार्य 3रे अध्याय में आएंगे. അവിടെ വചനം ഇങ്ങനെ പറയുന്നു, वहाँ पे वचन कहता ഒരിക്കൽ है, പത്രോസും യോഹന്നാനും 3 മണി നേരം പ്രാർത്ഥിക്കാനായിട്ട് സുന്ദരം എന്ന ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ हम देख सकते हैं पत्रस और यूहन्ना प्रार्थना करने के लिए सुंदर नामक जो मंदिर में जाते हैं 3रे पहर में. അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുന്ന സമയം वहाँ पे प्रार्थना करते जाते समय അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. माँ के कोख से लंगड़ा एक व्यक्ति वहाँ पर बैठा है. ഒരു ഭിക്ഷ യാചിക്കുന്ന മനുഷ്യൻ. भिखारी है वो. പത്രോസിനെയും യോഹന്നാനെയും കണ്ടപ്പോൾ पत्रस और यूहन्ना को देखकर കൈനീട്ടി. उसने हाथ बढ़ाया. വചനം ഇങ്ങനെയാണ് പറയുന്നത്, वचन ऐसा लिखा है, എല്ലാ ദിവസവും അവനെ ചിലർ ചുമന്നുകൊണ്ട് ഇരുത്തുമാറും. हर दिन कुछ लोग उसको लेकर आकर वहाँ पर बिठाते थे. മോനെ വാടാ, ഓടി 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 വാ, ഓടി വാ, ഇങ്ങ് വാ, ഇവിടെ ഇരുന്നോ. ഇനി ഞാൻ പറയാതെ എഴുന്നേക്കല്ലേ. जब तक मैं नहीं बोलूंगा तब तक नहीं उठना. ചിലർ ചുമന്നുകൊണ്ട് ഇരുത്താറുണ്ട്. कुछ लोग उठाकर बिठाते हैं. ഞാൻ അതിനൊരു വിവരണം പറയാം. मैं उसके बारे में थोड़ा विवरण करना चाहता हूँ. ആ ഇരുത്തുന്നതിനൊരു അർത്ഥമുണ്ട്. वो बिठाने का कुछ मतलब है. നീ ഇവിടെ ഇരുന്നാ മതി, तो यहीं पे बैठ, നീ ഇവിടെ ഇരുന്ന് കൈ നീട്ടിയാ तो മതി, यहीं पे बैठ के हाथ बढ़ा, നീ ഇവിടെ കൊണ്ട് തീരും, तो यहाँ पे खत्म है, നീ എഴുന്നേക്കരുത്. तो नहीं उठना है. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് നമ്മൾ ഇരുത്താറുണ്ട്. ऐसे शब्दों से हमें लोग बिठा देते हैं. എന്താ പറയുന്നേ? क्या बोलते हैं वो? ചിലരൊക്കെ പറയും, कुछ लोग बोलते हैं, നിന്റെ മക്കൾ ഇത്രയും പഠിച്ചാൽ മതി, तुम्हारे बच्चे इतना पढ़ना काफी है, +2 വരെ പോയാൽ മതി.
12वीं तक पढ़ा दो बस, മെഡിസിൻ വിടണ്ട. नहीं उसको ज्यादा डॉक्टर की पढ़ाई के लिए नहीं भेजना. ഇപ്പൊ മെഡിസിൻ പഠിച്ച ആർക്കും ജോലിയില്ല. अब डॉक्टर की पढ़ाई में देखो लोग बेरोजगार बैठे ചുമ്മാ हैं. കാശ് കളയല്ലേ. क्यों पैसे बर्बाद कर रहे हो? ഇങ്ങനെ പറഞ്ഞ് വാക്കുകൾ കൊണ്ടിരുത്തും. ऐसे शब्दों से बिठाने वाले लोग हैं. നീ ഇനി പ്രാർത്ഥിക്കല്ലേ, अब तू प्रार्थना मत कर, നീ ഇനി ആരാധിക്കല്ലേ, तू आराधना मत कर, നീ ഒത്തിരി സമ്പാദിക്കല്ലേ, ज्यादा कमाना जरूरी ഒത്തിരി नहीं है, അനുഗ്രഹിക്കപ്പെടല്ലേ ज्यादा आशीष नहीं होना है. എന്നൊക്കെ ചിലർ ഇങ്ങനെ ചുമന്നുകൊണ്ട് ഇരുത്തും. कुछ लोग ऐसे क्या करते उठा के बिठा देते. ആ പ്രതീക്ഷകളെ തെറ്റിച്ചൊരു അത്ഭുതം കർത്താവ് അതിനകത്ത് उस ചെയ്തിട്ടുണ്ട്. उम्मीद को तोड़कर प्रभु ने एक अद्भुत वहां पे किया है. ആമേൻ, आमेन ആമേൻ. आमेन. ചിലർ ചുമന്നുകൊണ്ട് ഇരുത്തിയ ഒരുത്തനെ कुछ लोगों ने उठाकर बिठाए एक व्यक्ति को, കണ്ടം നിയോഗം പ്രാപിച്ചവൻ കരത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുക. अगुवाई प्राप्त करने वाले ने हाथ पकड़ के खड़ा किया. ആമേൻ, आमेन ആമേൻ. आमेन. ചിലർ ചുമന്നുകൊണ്ട് ഇരുത്തിയ ഒരുത്തനെ कुछ लोगों ने उठाकर बिठाया इसको, അവന്റെ സകല പ്രതീക്ഷകളെയും തെറ്റിച്ച് കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച ഒരു ദൈവശക്തിയുണ്ട്. उनके सारी उम्मीदों को तोड़कर खड़ा करने वाला प्रभु का सामर्थ्य है. ആമേൻ, आमेन ആമേൻ. आमेन. ഹാഗാറിനോട് കർത്താവ് പറഞ്ഞത് हाजिरा से प्रभु ने बोला നീ എഴുന്നേക്കണം. तुझे खड़ा होना है. നീ എഴുന്നേറ്റാ മാത്രം പോരാ. तुम खड़ा होना काफी नहीं. രണ്ട് അപ്പുറത്തൊരുത്തം കിടക്കുന്നില്ലേ, वहां पे एक पड़ा हुआ है ना बच्चा, എല്ലാ പ്രതീക്ഷകളും തെറ്റി ഒരുത്തം കിടക്കുന്നില്ലേ, सारी आशा टूटा हुआ एक पड़ा है, അവനെ നീ താങ്ങി എഴുന്നേൽപ്പിക്കണം. उसको भी तुझे खड़ा करना है. ആമേൻ. आमेन. ഡൽഹിയിൽ അങ്ങനെയുള്ള ചിലതുണ്ട്. दिल्ली में ऐसे कुछ है, സ്വയം എഴുന്നേൽക്കാൻ പറ്റാത്ത ചിലതുണ്ട്. खुद ना खड़े हो पा रहे हैं, ഇന്ന് ऐसे कुछ പകൽ है. സഭയുടെ മേലൊരു നിയോഗം പരിശുദ്ധാത്മാവ് പകരുക. आज कलीसिया के ऊपर एक अगुवाई पवित्र आत्मा दे रहा है. ചിലതിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാം. कुछ लोग को पकड़ कर खड़ा करने ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ പകരുന്നു. एक अभिषेक आपके ऊपर आ रहा है. വിശ്വസിക്കുന്നവർ അത് സ്വീകരിച്ചാട്ടെ. विश्वास करने वाले स्वीकार करें. ആമേൻ, आमेन ആമേൻ. आमेन ഹല്ലേലൂയ. हालेलुया. ഞാൻ എഴുന്നേൽക്കും. मैं खड़ा हो जाऊंगा. ഈ മനുഷ്യനെ അവർ കരം പിടിച്ചെഴുന്നേൽപ്പിച്ചു. इस मनुष्य को उन्होंने क्या किया? हाथ पकड़ के खड़ा किया. വചനം പറയുന്ന ക്ഷണത്തിൽ അവന്റെ നരിയാണി ഉറച്ചു. वचन में क्या लिखा है? क्षण भर में उसके टखनों में बल आ गया. ഇവനെ കൊണ്ടുവന്ന് ഇരുത്തിയവര് जिन्होंने उसको आगे बिठाया था, വൈകിട്ട് വന്ന് നോക്കിയപ്പോ അവനെ കണ്ടില്ല. शाम को देखा तो वो नहीं है. അവിടെ തപ്പിപ്പോ അവനെ അവിടെ ഇല്ല. वहां पे ढूंढा लेकिन वो मिल नहीं रहा കുറേ है. വർഷങ്ങളായിട്ട് അവൻ ഇരിക്കുന്ന സ്ഥലത്ത് അവനില്ല. सालों से वो बैठा है उस जगह में, वो नहीं है. അവൻ തപ്പി നോക്കിയപ്പോ उन्होंने जब ढूंढा उसको, എന്നിട്ട് അകത്ത് ഒരുത്തൻ കിടന്ന് സന്തോഷത്തോടെ തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിക്കുക. अंदर कोई बहुत आनंदित होकर कूद रहा है, नाच रहा है. ദേവാലയത്തിനകത്ത് അവൻ തുള്ളിച്ചാടി കർത്താവിനെ प्रभु के സ്തുതിക്കുക. मंदिर के अंदर वो कूद के आराधना कर रहा है. ആമേൻ, आमेन ഹല്ലേലൂയ. हालेलुया. എഴുന്നേറ്റാ നിന്റെ ആരാധന ശൈലി മാറുന്നു. अगर आप खड़े होंगे आपकी आराधना का शैली बदलेगा. ഹല്ലേലൂയ. ഇത് സംഭവിക്കുമ്പോ ये जब होता है, ഇവനെ കണ്ടപ്പോ ചിലര് പറയണം ഇതാ ഇവൻ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവനല്ലേ. इसको देखकर कुछ लोग क्या बोल रहे हैं? ये तो वो है ना जो वहां पे बैठ के भीख मांगता था. ഇവൻ അവിടെ ഇരുന്ന് നമ്മളിൽ നിന്നൊക്കെ ഫിഷ് നമ്മൾ കൊടുക്കുന്ന റൊട്ടിയുടെ പകുതിയും അതൊക്കെ വാങ്ങിച്ചടിച്ചവനല്ലേ. ये तो वही है ना जो हम भीख देते थे, इसको रोटी भी खिलाते थे, टुकड़े वुकड़े कुछ खिलाते थे इसको हम. വചനം പറയുന്നു वचन कहता है അവൻ നിൽക്കുന്നത് കണ്ട്. उसको खड़े होते हुए देखकर, അങ്ങനെ തന്നെ പറയുന്നു അവൻ നിൽക്കുന്നത് കണ്ടു. लिखा है कि उसको खड़े होते हुए देखकर അവർക്ക് വിസ്മയം തോന്നി. वो हैरान हो गए, अचंभित हो गए, അവർക്ക് ഭയം നിറഞ്ഞു. उन पर भय छा गया. ആമേൻ, आमेन ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. हालेलुया. അവൻ നിൽക്കുന്നത് കണ്ടു. उसको खड़ा होते हुए देखा. ആമേൻ. आमेन. ഇന്നലെ വരെ നിന്നെ കുറിച്ച് കണ്ടത് നീ തകർന്ന ഒരുവനായിട്ട് ഇരിക്കുന്നതാണ്. कल तक क्या देखा था आपके बारे में? आप टूटे हुए बैठे हुए हैं. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഒരുത്തനായിട്ട് ഇരിക്കുന്നതാണ് ഇന്നലെ വരെ ലോകം നിന്നെ കുറിച്ച് കണ്ടത്. आशाएं सब नाश हो गई हैं. ऐसे बैठे हुए इंसान के समान दुनिया ने आपको देखा. എന്നാൽ ഇന്നു മുതൽ നിന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. लेकिन आज से लेके प्रभु आपको खड़ा कर रहा ഇന്ന് है. നീ നിൽക്കുന്നത് കണ്ടിട്ട് अब आपको खड़े होते हुए देखकर മറ്റുള്ളവർക്ക് വിസ്മയം തോന്നും. बाकी लोग अचंभित होंगे. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറ. विश्वास करते बोले आमेन. ആമേൻ, हालेलुया ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. हालेलुया. ഇതിന്റെ ഒരു ഭയങ്കര അലയടി അടുത്ത അധ്യായത്തിലുണ്ട്. इसका एक अगला लहर हम देख सकते हैं अगले अध्याय में. ഒരു ചാപ്റ്റർ കൊണ്ട് തീർന്നല്ല കേട്ടോ ഈ സൗഖ്യം. ये जो चंगाई है एक अध्याय में खत्म नहीं हुआ. നിങ്ങൾ വേറെ സൗഖ്യങ്ങളെല്ലാം നോക്ക്, അതെല്ലാം 3-4 വാക്യത്തിൽ തീരുന്നത്, ചിലപ്പോൾ ഒരു അധ്യായത്തിൽ തീരുന്നത്, അതൊക്കെ മാത്രമേ ഉള്ളൂ. आप देखिए तो बाकी जितनी चंगाइयां है वो 1-2 आयत में खत्म नहीं तो एक अध्याय में खत्म हो ഈ जाता है. മനുഷ്യന്റെ സൗഖ്യം 2 അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. लेकिन इस व्यक्ति के चंगाई को पवित्र आत्मा 2 अध्यायों में बताया है. 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോ 4थे अध्याय में जब आते हैं അവിടുത്തെ
ഭരണാധികാരികൾ, वहां के जितने शासक लोग हैं, അവിടുത്തെ ശാസ്ത്രിമാർ, वहां के जो याजक लोग हैं, അവിടുത്തെ പുരോഹിതന്മാർ, वहां के महायाजक लोग, അവരെല്ലാവരും കൂടെ ചേർന്ന് പത്രോസിനെയും യോഹന്നാനെയും ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യനെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് അവർ തമ്മിൽ പറയുകയാണ്, പ്രത്യക്ഷമായ ഒരു അടയാളം ഇവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്കത് നിഷേധിപ്പാൻ പറ്റത്തില്ല. इन्होंने क्या किया? पतरस, यूहन्ना और इस चंगे हुए व्यक्ति को खड़ा करके बोला है कि इन्होंने ऐसा एक प्रसिद्ध चिन्ह दिखाया है जिसको हम इनकार नहीं कर सकते, കാരണം അവർ ഇന്നലെ വരെ കണ്ടതാണ് ഇവൻ നടക്കാൻ പറ്റാത്ത ഒരുവനായി ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്നത്. क्योंकि इन्होंने कल तक देखा था ये चल नहीं सकता, भीख मांगता है. പക്ഷെ അവൻ ഇന്ന് കാണുന്ന സീന്, लेकिन आज जब इसको देखते हैं, അവൻ അപ്പോസ്തലന്മാരുടെ കൂടെ നിൽക്കുന്ന ഒരു वो കാഴ്ച. प्रेरितों के साथ खड़ा है. അവർ പറയുന്ന പദമാണ്, നമുക്കത് നിഷേധിപ്പാൻ സാധ്യമല്ല, तो वो कह रहे हैं हम इसको इनकार नहीं कर सकते, എതിര് പറയാൻ പറ്റത്തില്ല. इसके खिलाफ नहीं बोल सकते. ഞാൻ വിശ്വസിക്കുന്നു, मैं विश्वास करता हूँ ഡൽഹിയിൽ എതിര് പറയാൻ പറ്റാത്ത, നിഷേധിക്കാൻ പറ്റാത്ത, വിസ്മയം തോന്നുമാറുള്ള ചില ദൈവ പ്രവർത്തികൾ സംഭവിക്കട്ടെ. दिल्ली में जिसको इनकार नहीं कर सकते, जिसके खिलाफ नहीं बोल सकते, अचंभित करने वाले चमत्कार होने जा रहा है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ഒന്ന് കരമുയർത്തി നിങ്ങൾ വിളിച്ചു പറ, എന്നിൽ വിസ്മയം തോന്നുമാറുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും. हाथों को उठाकर बोले, मुझ में अचंभित कराने वाली चमत्कार होगा. തലയിലോട്ട് കരം വെച്ചിട്ടൊന്ന് പറ, अपने सर पर हाथ रख के बोले, തലയിലോട്ടൊന്ന് കരം വെച്ചിട്ട് പറ, अपने सर पे हाथ रख के बोले, അത്ഭുതങ്ങൾ സംഭവിക്കും. अद्भुत होंगे. പറ, അത്ഭുതങ്ങൾ बोले സംഭവിക്കും, अद्भुत होंगे, അത്ഭുതങ്ങൾ സംഭവിക്കും. अद्भुत होंगे. ഇന്ന് എന്റെ ദിവസമാണ്. आज मेरा दिन है. വിളിച്ചു പറ, അത്ഭുതങ്ങൾ സംഭവിക്കും, बोले अद्भुत होगा, അത്ഭുതങ്ങൾ സംഭവിക്കും. अद्भुत होगा. എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं? നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ आप यदि विश्वास करते വിളിച്ചു हैं പറ, ഞാൻ എഴുന്നേൽക്കും. तो बोले मैं खड़ा हो जाऊंगा. ദൈവം എന്റെ മേൽ പ്രകാശിക്കും. प्रभु मेरे ऊपर चमकेंगे. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. എനിക്ക് ഒത്തിരി വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ട്. मैं बहुत से आयतों को इसके बारे में बोलना चाहता हूँ. യശയ്യാ പ്രവചനത്തിൽ പറയുന്നു, എഴുന്നേൽക്ക്, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. यशायाह भविष्यवक्ता की पुस्तक में लिखा है, उठ खड़े हो जा, तेरा प्रकाश आ गया है. ആമേൻ. आमेन. ഒന്ന് വായിക്കാതെ പോകുന്നത് ശരിയല്ല. हम उसको पढ़े बिना जाएंगे तो യശയ്യാ ठीक नहीं പ്രവചനം होगा. 60-ാം അധ്യായം, यशायाह की पुस्तक 60वां अध्याय, അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, उसमें इस प्रकार लिखा है, എഴുന്നേറ്റ് പ്രകാശിക്ക, उठ प्रकाशमान हो, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. क्योंकि तेरा प्रकाश आ गया है യഹോവയുടെ തേജസ് നിന്റെ മേൽ और ഉദിച്ചിരിക്കുന്നു. यहोवा का तेज तेरे ऊपर उदय हुआ അന്ധകാരം है. ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. पृथ्वी पर तो अंधियारा और राज्य के लोगों पर घोर अंधकार छाया है. എഫേസ് ലേഖനത്തിൽ പറഞ്ഞ അതേ പദം ഇവിടെ പറയുകയാണ്, നിന്റെ മേലോ യഹോവ ഉദിക്കും. लेकिन एफेसियों की पत्री में जो बोला वही शब्द बोला है, तेरे ऊपर यहोवा उदय होगा അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. और उसका तेज तुझ पर प्रकट होगा. അടുത്ത വാക്യം സഭയോടുള്ള ദൂതാണ്. अगला आए कलीसिया के लिए संदेश है, നീ എഴുന്നേറ്റ് നിന്റെ മേൽ പ്രകാശം ഉദിക്കുമ്പോ, यदि तू खड़ा होगा तेरे ऊपर प्रकाश आएगा. വാക്യം പറയുന്നു, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക് വരും. वचन में लिखा, जाति जाति तेरे प्रकाश के लिए आएंगे രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്ക് വരും. और राजा तेरे आरोहण के प्रताप की ओर आएंगे. വിശ്വസിക്ക്, നീ എഴുന്നേറ്റാൽ विश्वास करिए, यदि आप खड़े ആ होंगे പ്രകാശത്തിലേക്ക് ജാതികൾ വരും, तो इस प्रकाश की ओर जाति जाति आएगी, രാജാക്കന്മാർ വരും, राजाएं आएंगे തകർന്നവർ വരും, और बड़े लोग आएंगे, ഇവിടുത്തെ ഉന്നതന്മാർ വരും. यहाँ के बड़े बड़े अधिकारी आएंगे. വിളിച്ചു പറ, ഞാൻ എഴുന്നേൽക്കും. बोले मैं खड़ा होऊंगा. ഹല്ലേലൂയ, हालेलुया, Hallelujah. हालेलुया, ഹല്ലേലൂയ. हालेलुया. Are you ready? क्या आप तैयार हैं? എഴുന്നേൽക്കാൻ എത്ര പേർ റെഡിയാണ്? कितने लोग खड़े होने के लिए तैयार हैं? പ്രാർത്ഥനയിൽ തകർന്നു പോയവർ, प्रार्थना में जो लोग टूट गए, ആരാധനയിൽ ക്ഷീണിച്ചു പോയവർ, आराधना में थक गए, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ ഉറങ്ങിപ്പോയവർ, प्रभु के राज्य में कुछ करने के लिए नहीं हो पा रहा, सो गए हैं. നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ अगर आपको लगता है ഒരു നിമിഷം നിങ്ങളൊന്ന് എഴുന്നേറ്റ് तो आप खड़े हो जाएं. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. एक समय आप सभी लोग खड़े हो जाएं. हम मिलकर प्रार्थना करने जा रहे हैं. കർത്താവ് നിങ്ങളുടെ മേൽ ഉദിക്കാൻ പോവുകയാണ്. प्रभु आपके ऊपर उदय होने जा रहा है. ആമേൻ. ഹല്ലേലൂയ. ആകയാൽ ഉറങ്ങുന്നവനെ इसलिए है सोने वालों, ഉണർന്ന് जाग മരിച്ചവരുടെ ഇടയിൽ നിന്ന് और मुर्दों में से എഴുന്നേൽക്കുക, जी उठ, എഴുന്നേൽക്കുക. जी उठ. ആമേൻ. വിളിച്ചു പറ, ഞാൻ എഴുന്നേൽക്കും, बोलिए मैं जी उठूंगा, ഞാൻ എഴുന്നേൽക്കും. मैं जी उठूंगा. കർത്താവിന്റെ മേൽ പ്രകാശിക്കും. प्रभु मेरे ऊपर चमकेंगे. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ ശബ്ദമുയർത്തി ചില മിനിറ്റുകളൊന്ന് अन्य പ്രാർത്ഥിച്ചു. भाषा में प्रार्थना कर सकते, कुछ समय अन्य भाषा में प्रार्थना करें. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചിലരെ കരം പിടിച്ച് इसके എഴുന്നേൽപ്പിക്കുക. अंदर पवित्र आत्मा कुछ लोगों को हाथ पकड़ के खड़ा ഇന്ന് करेगा. പകൽ ഇതിനകത്ത് കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുക. प्रभु कुछ लोग को खड़ा कर रहा है പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട, जहाँ पे आशाएं नष्ट हो गई, ഇനി ഒരു സാധ്യതയും ഇല്ലെന്ന് अब പറയുന്ന कोई संभावना नहीं है. ചിലരെ പരിശുദ്ധാത്മാവ് कुछ എഴുന്നേൽപ്പിക്കുന്നു. लोग को पवित्र आत्मा खड़ा कर रहा है. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി तो विश्वास करते പ്രാർത്ഥിച്ചാട്ടെ. हैं, ऊंची आवाज में प्रार्थना करें. നിങ്ങൾ
നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സ്തുതിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ഒന്ന് आप കർത്താവിനെ जैसे സ്തുതിച്ചാട്ടെ. स्तुति कर सकते हैं वैसे प्रभु की स्तुति करें ഹഠഹഠരമന ഹംദരവ ധരവരവ സെന്ററിയാലവരവര. Come on, ശബ്ദമുയർത്തി അന്യഭാഷകളിൽ. ऊंची आवाज में अन्य भाषा में ചുടബലബലബലബ ശബരബലബല ഹംദലരഗധരബ ഉദാരബസ്യന്തലബലബ. എഴുന്നേൽക്കുക എഴുന്നേൽക്കുക खड़े हो എഴുന്നേൽക്കുക. जा खड़े हो जा खड़े हो जा ആമേൻ. വിളിച്ചു പറ, ഞാൻ എഴുന്നേൽക്കും. बोलिए मैं खड़ा हूँगा പിശാച് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. शैतान तू मुझे कुछ नहीं कर सकता രോഗത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. बीमारी मुझे कुछ नहीं कर सकती ഇവിടുത്തെ ഒരു തകർച്ചയ്ക്കും എന്റെ മേൽ കർത്തൃത്വമില്ല. यहाँ की कोई टूटेपन को मेरे ऊपर प्रभुता नहीं ഇനി ഞാൻ ഇരിക്കേണ്ടവനല്ല. अब मैं बैठने वाला नहीं ഇനി ഞാൻ നിരാശപ്പെട്ടിരിക്കുകയില്ല. अब मैं निराशा में नहीं रहूंगा ഇനി ഞാൻ തകർന്നവനായി अब ഇരിക്കുകയില്ല. मैं टूटा नहीं रहूंगा ഞാൻ എഴുന്നേൽക്കും. मैं खड़ा होऊंगा കർത്താവ് എന്റെ മേൽ प्रभु പ്രകാശിക്കും. मेरे ऊपर चमकेंगे അത് വിളിച്ചു പറഞ്ഞിട്ട് बोलकर ശബ്ദം ഉയർത്തി പറ, ऊंची आवाज में ഞാൻ बोलिए എഴുന്നേൽക്കും. मैं खड़ा होऊंगा ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया വീട്ടുകാർ തിരസ്കരിച്ചത്, घर के लोगों ने तिरस्कार किया വീട്ടുകാർ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞത്, घर के लोगों ने बोला आशा नहीं है സ്വന്തമായിട്ടെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞത്, खुद को बोला कि सब कुछ नाश है सब खत्म മറ്റുള്ള है ചിലർ എല്ലാരും കൂടെ ചേർന്ന് ഒതുക്കിയത്, बाकी लोगों ने मिलकर दबाया ഇന്ന് പകൽ അതിനെല്ലാം പൊളിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരിക. आज दिन के समय उस सब को तोड़कर पवित्र आत्मा आपको बाहर ला रहा है എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं ആമേൻ आमेन ഹല്ലേലൂയ. हालेलुया എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്കൊന്ന് എഴുന്നേൽക്കണമെന്ന്? कितने लोग को इच्छा है मुझे खड़ा होना है ഇങ്ങനെയുള്ള സാഹചര്യം ഒന്ന് പുറത്തു വരണമെന്ന് എത്ര പേർ ऐसी ആഗ്രഹിക്കുന്നുണ്ട്? परिस्थिति से बाहर आने कितने लोग चाहते हैं ആമേൻ. ഒരു പാട്ട് പാടി നമ്മളൊന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. एक गीत को गाकर हम आराधना करके हम प्रार्थना करके समाप्त करेंगे ആമേൻ आमेन ആമേൻ आमेन ഹല്ലേലൂയ. ഈ സമയത്ത് हालेलुया। നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുള്ളവർ ദയവായി നിങ്ങൾ മുൻവശങ്ങളിലേക്ക് വരിക. इस समय पर जिसको भी प्रार्थना चाहिए आप लोग कृपया करके आगे आ जाइए എനിക്കൊന്ന് എഴുന്നേൽക്കണം. मुझे खड़ा होना है പ്രാർത്ഥനയിൽ ആരാധനയിൽ ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുന്നതിലൊക്കെ ഒന്ന് मुझे എഴുന്നേൽക്കണം. प्रार्थना में आराधना में प्रभु के राज्य के लिए बोने के लिए खड़ा होना है അങ്ങനെ ആഗ്രഹിക്കുന്നവർ മാത്രം മുൻവശങ്ങളിലേക്ക് सिर्फ വന്നാൽ ऐसे चाहने वाले लोग ही आगे को आ ഞങ്ങൾ जाएं നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ हम आपके लिए प्रार्थना करने जा ചേർന്ന് रहे हैं പാടി കരങ്ങളടിച്ച് കർത്താവിനെ मिलकर സ്തുതിച്ചാട്ടെ. हम गाकर ताली बजा के प्रभु की आराधना करेंगे जिसने आकाश बनाया, जिसने पृथ्वी बनाई, जिसने आकाश बनाया, जिसने पृथ्वी बनाई, जो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है। जो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग कलीसिया मिलकर गाइए। सेनाओं का यहोवा हमारे संग संग है, प्यारों का परमेश्वर हमारा ऊंचा गढ़ है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा। समुद्र को जिसने डुबागा, जंगल में से मार को निकाला। समुद्र को जिसने डुबागा, जंगल में से मार को निकाला। जो वायदा को करता है पूरा, वो यहोवा हमारे संग संग है। जो वायदे को करता है पूरा, वो यहोवा हमारे संग संग है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। सेनाओं का यहोवा हमारे संग संग है।
सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है, ओ सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ओ लाजर को जिसने जिलाया, जकाई को जिसने बचाया, लाजर को जिसने जिलाया, जिसने बचाया, वो यहोवा हमारे संग संग है, अन्य भाषा में संसारम थाला प्रगनम थवरम थगरे छारा थारा थारा तेरे तेरे साथाना अथाना थारा चलना भवनम थवरम शमनम थगरा डबल घटक जलग जल पंतमल शमनम तल वैडग रत्नल തല തല थारा बाला बाबा ചിലരെ പരിശുദ്ധാത്മാവ് തൊടുന്നു, ചിലരെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഇന്ന് പകൽ ചിലരെ കരം പിടിച്ച് കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. പിശാചിന്റെ പദ്ധതികൾ പൊളിയുന്നു. നിങ്ങളെ കുറിച്ച് പിശാച് വരച്ച പ്ലാനുകൾ ഇന്ന് പകൽ ആത്മാവിൽ അതിനെ കീറിക്കളയുകയാണ്. शैतान ने जो प्लान बनाया है आत्मा से फाड़ रही है। ദൈവം പറഞ്ഞത് സംഭവിക്കുന്നു. प्रभु ने जो बोला वो होगा। ദൈവം പറഞ്ഞത് സംഭവിക്കുന്നു. प्रभु ने जो बोला वो होगा। വിശ്വസിക്കുന്നവർ ശക്തിയോടെ तो विश्वास करते सामर्थ के साथ वीला थारा बाला थे शाला धूरा बाला झूड़ वाला चलने वाला कदम शबला वाला 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 ചുടവർ ചവരം ശിവലം തലര ചകല തലവ ഉടവലം ശബലം തലവ ഉടവലമലമ ചരഗദലഗദഗദ കത്തട്ട സ്വർഗ്ഗത്തിലെ തീ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കില്ല. നീ പറഞ്ഞ പരാജയങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് മാറ്റുകയാണ്. നീ പറഞ്ഞില്ലേ മതിയെന്ന്, എന്നാൽ നീ മതിയെന്ന് പറഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിൻ തുടങ്ങുകയാണ്. ശബര ഹദലഗദഗ ധഗധര Thank you, Jesus. Halbaraba, Sandalarabara, Hamdalabarabara. ബ്രദറെ, നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ആ ദൈവത്തിന്റെ ദൂത്, भाई जब हमने कल बात किया जो प्रभु ने आपसे एक संदेश को बोला, ഇന്ന് ഞാൻ വീണ്ടും പറയുന്നു. आज मैं फिर से कहता हूँ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഉറവയല്ല, ചില ഉറവകൾ കർത്താവ് തുറക്കും. आपके लिए प्रभु सोता नहीं, बहुत सारे सोते खोलने जा रहा है. ഞാൻ പറയുന്ന പദം ശ്രദ്ധിക്കുക, ഉറവയല്ല, കർത്താവ് ചില ഉറവകൾ തുറക്കും. मैं बोल रहा हूँ सोते नहीं, प्रभु बहुत सारे सोते खोलेंगे. ആമേൻ, आमेन, ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? നിങ്ങൾ വിശ്വസിക്കുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചില വഴികളെ आप തുറക്കും. विश्वास करें, प्रभु आपके लिए कुछ रास्तों को खोलेगा. ആമേൻ. പുറത്തു വരാൻ കഴിയാതെ പിശാചിനെ അമർത്തി വെച്ചതെല്ലാം ഇന്ന് പൊളിയുകയാണ്. बाहर नहीं आप पा रहे हैं क्योंकि शैतान ने दबा कर रखा है, प्रभु आज उसे तोड़ रहा है. ആ കരമുയർത്തി പറഞ്ഞേ, हाथों को उठाकर बोले, ഞാൻ പുറത്തു വരും, मैं बाहर आऊंगा, ഞാൻ എഴുന്നേൽക്കും, मैं खड़ा हूँगा, ഞാൻ എഴുന്നേൽക്കും, मैं खड़ा हूँगा, ഞാൻ ചിലരെ താങ്ങി मैं कुछ എഴുന്നേൽപ്പിക്കും. लोग को खड़ा करूंगा. ഞാൻ മാത്രമല്ല, सिर्फ मैं ही नहीं, ഞാൻ നിമിത്തം ചിലരെ ഞാൻ താങ്ങി എഴുന്നേൽപ്പിക്കും. मेरे कारण कुछ लोग खड़े हो जाएंगे. ആമേൻ, आमेन, ആമേൻ, आमेन, ഹല്ലേലൂയ. हालेलुया. ഈ ഒരു അഭിഷേകം കർത്താവ് നിങ്ങളുടെ മേൽ ഇന്ന് പകൽ ये പകർന്നിട്ടുണ്ട്. अभिषेक प्रभु आज आपके ऊपर उंडेल रहा है. ആമേൻ, आमेन, ആമേൻ, आमेन, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ചിലരുടെ പരിശുദ്ധാത്മാവ് ഇപ്പോഴും തൊട്ടുകൊണ്ടിരിക്കുക. कुछ लोग अभी भी पवित्र आत्मा छू रहा है. ആമേൻ. ചില നിയോഗങ്ങൾ കർത്താവ് कुछ പകരുക. अगुवाई पवित्र आत्मा उंडेल रहा ചില है. നിയോഗങ്ങൾ. कुछ अगुवाई, ആമേൻ, आमेन, ഹല്ലേലൂയ. हालेलुया. ചില നിയോഗങ്ങൾ കർത്താവ് പകരുക. कुछ अगुवाई हो रही है. പ്രാപിക്കുക, आपके ऊपर. പ്രാപിക്കുക, प्राप्त പ്രാപിക്കുക. करो, प्राप्त करो, प्राप्त പ്രാപിക്കുക. करो, प्राप्त करो. യേശുവിന്റെ നാമത്തിൽ. यीशु के नाम से. അസാധാരണമായ ദൈവസാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നു. असाधारण प्रभु की उपस्थिति यहाँ पर चलन कर रहा है.
खेले खेरामा सेंटाराबा रालबा सेंटाराबा ആരാ പറഞ്ഞ നീ തകർന്നു പോയെന്ന്? किसी ने बोला कि आप टूट गए। ആരാ പറഞ്ഞ നിന്റെ ശുശ്രൂഷ തീർന്നു? किसने बोला आपकी सेवकाई खत्म हो गई? ആരാ പറഞ്ഞ നീ ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന്? किसने बोला कि आप यहाँ पर खत्म हो गए? ആ പറഞ്ഞ വാക്കുകളെ, वो बोले हुए शब्द, ആ കേട്ട वो ശബ്ദങ്ങളെ सुने हुए शब्दों को ഇന്ന് പകൽ ആത്മാവിൽ पवित्र आत्मा में ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യാം. हम उसे तोड़ते हैं। ദൂതൻ ഏലിയാവിനോട് പറഞ്ഞത്, जैसे स्वर्गदूत ने एलियास से बोला, നീ എഴുന്നേൽക്കുക, तू खड़ा हो जा, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ചെല്ലുക. प्रभु के पर्वत होरेब तक जा। ആമേൻ. आमेन। ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തിലേക്ക് ഒന്ന് വരിക. आज दिन के समय आप प्रभु की उपस्थिति में आ जाएं। ആമേൻ. आमेन। ആമേൻ. आमेन। എനിക്ക് മീറ്റിംഗ് ഒന്ന് പ്രാർത്ഥിച്ച് നിർത്തണമെന്നുണ്ട്. मैं ये सभा को प्रार्थना करके बंद करना चाहता हूँ, പക്ഷെ ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. लेकिन प्रभु की उपस्थिति चलन कर रही है, इससे मुझसे नहीं हो रहा है। ഇതിനകത്ത് കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുക. इसके अंदर प्रभु कुछ लोगों को खड़ा कर रहा है। शाबारा ठालाबा सांठाराबा जैसे हिरणी पानी के लिए प्यासा मैं भी हूँ तेरे लिए, ओ जैसे हिरणी पानी के लिए प्यासा मैं भी, दोनों हाथों को उठाकर बोलिए, जैसे हिरणी पानी के लिए, जैसे हिरणी पानी के लिए प्यासा मैं प्यासा मैं भी हूँ तेरे लिए, ओ तुझे ढूंढता हुआ, तुझे चाहता हुआ, मुझे खींच ले मैं दौड़ूंगा, तुझे ढूंढता हुआ, तुझे चाहता हुआ, यीशुविന്റെ നാമത്തിൽ तुझे ढूंढता हुआ, तुझे ढूंढता हुआ, तुझे चाहता हुआ, शराबाला बाला बाला बाला, मुझे खींच ले मैं दौड़ूंगा, तुझे ढूंढता हुआ, तुझे ढूंढता हुआ, तुझे चाहता हुआ, मुझे खींच ले मैं दौड़ूंगा, ओ हाले हालेलुया 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 यीशुवे हाले हालेलुया अनवरमसे हालेलुया सानिध्यमे सानिध्यमे അതുകൊണ്ട് ഉറങ്ങുന്നവനെ, इसलिए हे सोने वालों, ഉണർന്ന് जाग മരിച്ചവരുടെ ഇടയിൽ നിന്ന് और मुर्दों में से എഴുന്നേൽക്കുക. जी उठ, എന്നാൽ उस तो ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. मसीह की ज्योति तुझ पर चमकेगी। പിതാവേ, हे पिता, ഇന്ന് പകൽ അവിടുത്തെ ശബ്ദം ഇതിനകത്ത് മുഴങ്ങിയതിനായി ഞങ്ങൾ നന്ദി പറയാം. आपकी आवाज इसके अंदर गूंज रही थी, इसलिए धन्यवाद। ഇതിനകത്ത് നിന്ന് കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുന്നതിനായി ഞങ്ങൾ നന്ദി इसके പറയാം. अंदर से प्रभु आप कुछ लोग को खड़ा कर रहे हैं, धन्यवाद। പിശാചിട്ട ചില ബൗണ്ടറികളെ പൊളിച്ച് പരിശുദ്ധാത്മാവ് ചിലരെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നതിനായി സ്തോത്രം. पवित्र आत्मा डाले हुए कुछ सीमा को तोड़कर प्रभु कुछ लोग को बाहर ला रहा है, धन्यवाद। അതിരിട്ട് ബന്ധിച്ച ബന്ധനങ്ങൾ सीमा डालकर बांधे हुए बंधन, ഇതിനപ്പുറത്ത് വരരുതെന്ന് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് ബന്ധിച്ചത് उसके बाहर नहीं आना बोलकर शब्दों से ഇന്ന് बांधा। പകൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ आज दिन के समय पवित्र आत्मा की भरपूरी में, വചനത്തിന്റെ ശക്തിയോടെ वचन की सामर्थ्य के സ്വർഗീയ साथ, ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ स्वर्गीय दूतों की उपस्थिति में ഞങ്ങൾ അഭിഷിക്തന്മാർ ചേർന്ന് हम अभिषेक लोग मिलकर എല്ലാ ബൗണ്ടറികളെയും പൊളിക്കുകയാണ്. सारी सीमा को तोड़ते हैं, എല്ലാ ബൗണ്ടറികളെയും പൊളിക്കുകയാണ്. सारी सीमा को तोड़ते हैं। പുറത്തു വരിക. बाहर आ जा, ഈശ. बाहर आ जा। ഓ ശാൽബാരാ ഖാസ. കർത്താവേ, प्रभु
ഈ ആത്മശക്തിയോടെ ജനം കടന്നു പോകട്ടെ. आत्म सामर्थ्य के साथ वो वापस जाने पाए. ഇന്നു മുതൽ ഇവരുടെ ചരിത്രത്തെ കർത്താവ് മാറ്റുന്നതിന് ആവശ്യം. आज से लेकर इनके इतिहास को प्रभु बदल रहे हैं. പുതിയ അധ്യായങ്ങൾ ആരംഭിക്കട്ടെ. नए अध्याय शुरू हो रहे हैं. धन्यवाद. പുതിയ ചാപ്റ്ററുകൾ തുറക്കട്ടെ. नए अध्याय खुलने पाए. യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ഞങ്ങൾ ഒരുമിച്ച് हम मिलकर ഇവരെ അനുഗ്രഹിച്ചു. इनको आशीष देकर प्रार्थना. ഇതിനകത്ത് രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. इसके अंदर के बीमार लोग चंगे होने पाए. തകർന്ന മനസ്സുകൾ പണിയപ്പെടട്ടെ. टूटे मन बनने पाए. ഉടഞ്ഞ ഉള്ളങ്ങൾ പണിയപ്പെടട്ടെ. टूटे हुए मन फिर से जुड़ने पाए. എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. हर एक निराशा हटने पाए. എല്ലാ പരാജയങ്ങളും हर एक മാറിപ്പോകട്ടെ. हार की अवस्था हटने पाए. യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. प्रभु आशीषित होने पाए. അനുഗ്രഹിച്ചയക്കും. आशीष दें. യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु के नाम से मांगते हैं. ആമേൻ. आमेन. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും पिता परमेश्वर का प्रेम, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും पुत्र यीशु मसीह का अनुग्रह, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും अगुवाई करने वाले पवित्र आत्मा की सहभागिता നാം എല്ലാവരോടും हम सबके साथ കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കും. प्रभु के आगमन तक बने रहने पाए. ചേർന്ന കർത്താവിനെ സ്തുതിച്ചാൽ मिलकर प्रभु की स्तुति करें. ഹല്ലേലൂയ हालेलुया. ഹല്ലേലൂയ.